കുഞ്ഞുങ്ങളെ പെന്തക്കോസ്ത് സമൂഹം എല്ലാ നിലയിലും പരിഗണിക്കുന്നുണ്ട്. എല്ലാ നിലയിലും കുഞ്ഞുങ്ങളെ ദൈവസഭയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയെല്ലാം ഈ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും നടുവിലാണ്, അല്ലേ? അവിടെ നിരന്തരമായി ഉയരുന്ന സ്തുതി സ്തോത്ര യാഗങ്ങളുടെ നടുവിലായി കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അവരുടെ കാതുകൾ അത് കേൾക്കുകയാണ്, അവരുടെ അകത്തേക്ക് ആ ശബ്ദങ്ങൾ പോവുകയാണ്, അവർ കണ്ടും കേട്ടും വളരുകയാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, കുർബാന കൊടുക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കണം. അവൻ നിരന്തരമായിട്ട് ക്രിസ്തു നടന്ന വഴിയും അപ്പോസ്തലന്മാർ നടന്ന വഴിയൊക്കെയാണ് ദൈവസഭയിൽ പ്രസംഗിക്കേണ്ടത്. ഇപ്പൊ അങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത്. അങ്ങനെ ഈ വഴികളൊക്കെ മനസ്സിലായി വരുമ്പോൾ രക്ഷയ്ക്കുള്ള ഏക വഴി യേശുക്രിസ്തു എന്ന ഏക വഴി, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നുള്ള വഴി, അതെല്ലാം വെളിപ്പെട്ട് വരുമ്പോൾ ഇവര് കേൾക്കുകയല്ലേ, കാലങ്ങളായി കേൾക്കുകയല്ലേ. 5 വയസ്സ്, 8 വയസ്സ്, 9 വയസ്സ്, 12 വയസ്സ്, 14 വയസ്സ്, 15 വയസ്സ്, ഇതിനിടയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ത്രിയേക ദൈവത്തിന് സ്തുതി. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. ആ സന്നിധി ബോധത്തോടെ, ദൈവാശ്രയ ബോധത്തോടെ നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവവചനത്തിൻ്റെ പൊരുളുകൾ തിരിച്ചു തരണം, വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ പാകത്തിന് നമ്മെ പ്രാപ്തമാക്കണം. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് വീണ്ടും ജനനത്തെക്കുറിച്ചും അതിനോടനുബന്ധിച്ച് വിശ്വാസ സ്നാനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ തന്നെ ആത്മീയ ശുശ്രൂഷകളെക്കുറിച്ചും പഴയ നിയമത്തിലെ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ ചില വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ മുൻപോട്ട് വന്ന് സ്നാനവുമായി ബന്ധപ്പെട്ട് 2-3 ആഴ്ചയായിട്ട്, അതായത് മാമോദീസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 2-3 ആഴ്ചയായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 2-3 ആഴ്ചയായിട്ട് അതിൽ ധാരാളം ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതായത് ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ആ മെസ്സേജ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഒരു 150-200 ക്വസ്റ്റ്യൻ അടുത്തെങ്കിലും വന്നിട്ടുണ്ട്, കമൻസ് വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിലൊക്കെ അത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അതിന് മാത്രം വന്നിട്ടുണ്ട്. പല ഗ്രൂപ്പുകളിലൊക്കെയാണ് അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് സഹോദരന്മാർ. അപ്പോൾ ആ കാരണത്താൽ അവിടെയൊക്കെ അതിന് കമൻസ് വന്നിട്ടുണ്ട്, ധാരാളം കമൻസ് വന്നിട്ടുണ്ട്. അതിനെല്ലാം നമുക്ക് മറുപടി പറയുക പറയുന്നത് ഈസി അല്ല. തന്നെയല്ല, കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ നമ്മൾ എപ്പിസ്കോപ്പൽ സമൂഹത്തിലെ ഒരു ശുശ്രൂഷകനായ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് നമ്മൾ അല്പമായിട്ട് കേൾപ്പിച്ചിട്ടാണ് അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് നമ്മൾ കടന്നുപോയത്. അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത്. നമ്മുടെ നേരെ മൈക്ക് തിരിച്ചു വെച്ചിട്ടൊന്നും അല്ല പറഞ്ഞത്. പക്ഷേ അതിനകത്ത് ചില പരാമർശങ്ങൾ കേട്ടപ്പോൾ നമുക്കതൊരു ഒരു പഠനാർഹമായി എടുക്കാവുന്ന വിഷയമാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു. പെന്തിക്കോസുകാരുടെ ഇടയിൽ തിരുവത്താഴം എന്നൊരു പരിപാടി ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്കതങ്ങ് ചുമ്മാ പരിപാടിയൊന്നും അല്ലല്ലോ. അപ്പോൾ അത് കൊള്ളാം, തിരക്കേടില്ല. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് 2 വാക്ക് പറയാൻ കഴിയും. അത് കഴിഞ്ഞ് അദ്ദേഹം വിശ്വാസ സ്നാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ വിശ്വാസം അനിവാര്യമല്ല ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുവാൻ എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വാസ സ്നാനക്കാരാണല്ലോ, വിശ്വാസ സ്നാനക്കാരെന്ന് പുള്ളി കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളെയൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്തു. ഞാനതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തികഞ്ഞ ബഹുമാനത്തിലാണ്. അദ്ദേഹത്തിന് എന്നെക്കാളും പ്രായം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പ്രായത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ ആശയത്തെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ മെസ്സേജ് യൂട്യൂബിലും ഫേസ്ബുക്കിലേക്കൊക്കെ പോകുമ്പോൾ ഉള്ളിലൊരു ചെറിയ ഉൾഭയമുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇടയിലുള്ള ആളുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട്, അദ്ദേഹം ഉയർത്തിയ ഉപദേശ വിഷയങ്ങളോട് നമുക്ക് എതിർക്കാം. പക്ഷേ സഭ്യതയുടെ അതിർവരമ്പുകളൊന്നും കടന്നുപോയി സംസാരിക്കാൻ ഇടവരരുതേ എന്നൊരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. ആരും അങ്ങനെ അധികം മോശമായ രീതിയിലൊന്നും കമൻസൊന്നും ഇങ്ങും എഴുതിയില്ല. ചിലർ ഇത്തിരി തൊപ്പിക്കാരനോ അതുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അവരുടെ ഉള്ളിലെ ആ വചനത്തോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കാം അവരങ്ങനെയൊക്കെ പറഞ്ഞത്. നമ്മൾ നമ്മുടെ മെസ്സേജിനകത്ത് വളരെ ബഹുമാനം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആശയത്തെ ഖണ്ഡിച്ചത്. അദ്ദേഹം പറഞ്ഞ ആ ആശയങ്ങളെ കഴിഞ്ഞ ആഴ്ച നമ്മളെടുത്ത് വിശകലനം ചെയ്തു. അതിൽ ക്ലിയർ ആകാത്ത ചില കാര്യങ്ങളൊക്കെയുണ്ട്. ആ കാര്യങ്ങളെ തുടക്കത്തിൽ ഒന്നുകൂടി അഡ്രസ്സ് ചെയ്ത് പിന്നീട് അതിന് മുൻപുള്ള ആഴ്ചയിൽ നമ്മൾ സ്നാനവുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് കാണിച്ചു. അതിൻ്റെ ഒരു
ഒരു വിശദീകരണം ആവശ്യമുണ്ട്. ചില ഭാഗങ്ങൾ പെൻഡിങ്ങിലാണ്. അതിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. അതായത് സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മേൽ മൂറോൻ പൂശിക്കൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ചില കാര്യങ്ങളും കൂടെ നമുക്ക് ഇന്ന് പറയേണ്ടതുണ്ട്. അവിടേക്ക് എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജിൽ നിന്ന് കേട്ട ചില കാര്യങ്ങൾ, കഴിഞ്ഞ ആഴ്ച ഞാൻ പല കാര്യങ്ങളും ഓടിച്ചങ്ങ് പറഞ്ഞു പോവുക ചെയ്തേ, അങ്ങനെ കൂടുതൽ ഡെപ്തിലേക്കൊന്നും പോകാൻ പരിശ്രമിച്ചില്ല. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പറഞ്ഞതിലെ പ്രധാനപ്പെട്ടൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്, അദ്ദേഹം കുഞ്ഞുങ്ങളെ തടയരുന്നൊരു കാര്യത്തിലാണ് ഊന്നൽ കൊടുത്തത്. നമ്മളതിന് വളരെ മനോഹരമായൊരു മറുപടിയാണ് കൊടുത്തത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് അതിന് മറുപടി കൊടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ പോലും ചിന്തിച്ച കാര്യങ്ങളല്ല കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. നമ്മൾ ആ മെസ്സേജിലേക്ക് വരുന്നതിന് അല്പം മുമ്പ് വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയ ബോധ്യങ്ങളാണ് പറഞ്ഞത്. അതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ തടഞ്ഞെന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്നത്, ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ ആ വിഷയത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് മനസ്സിലാകുന്നത്, കുഞ്ഞുങ്ങളെയൊന്നും ആരും തടഞ്ഞിരുന്നില്ല. തടഞ്ഞത് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെയാണ്. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് ചേർന്ന് വരുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവരും തടയപ്പെടുന്ന അവസ്ഥയാണ്. അപ്പോൾ കർത്താവ് കുഞ്ഞുങ്ങളെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുകയാണ്. അവിടെ നമ്മൾ കണ്ടെത്തിയ വലിയ കാര്യങ്ങളുണ്ട്. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തോടുള്ള ബഹുമാനം സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അദ്ദേഹം പറഞ്ഞു വരുന്നതിലൊരു വഞ്ചനയുണ്ട്. വഞ്ചന എന്ന് പറയുന്നത്, ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളുമായി വന്നത് കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുന്ന കാര്യത്തിനല്ല. കാരണം അന്നേരം മാമോദീസയുമായി ബന്ധപ്പെട്ടൊരു ടീച്ചിങ് ഇല്ല, പുതിയ നിയമസഭ ആരംഭിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു ചിന്തകൾ പോലും അവരുടെ ഉള്ളിലില്ല. അവർ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നത് കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങളെ കർത്താവ് കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടി കൊണ്ടുവന്നതാണ്. എന്നാൽ ശിഷ്യന്മാർ അവിടുത്തെ ആ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തടയുകയാണ് ചെയ്തത്. പക്ഷെ കർത്താവ് കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയില്ല, നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഈ വക കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന അടുത്ത ഗൗരവമായൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ പെന്തിക്കോസ്തുകാരുടെ ഒരു മീറ്റിങ്ങിനകത്ത് പോയി അവിടെ ഈ തിരുവത്താഴം എന്ന് പറയുന്ന പരിപാടി നടക്കുന്നതിനിടയിൽ അദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യം, അദ്ദേഹം അന്ന് ബാലനായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു പറയുന്നതിൽ, ഒരു ബാലന് ഗ്രഹിക്കാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു വയോവൃദ്ധനെ പോലെ സംസാരിച്ച ഒക്കില്ലല്ലോ. അദ്ദേഹത്തിന് പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല. അദ്ദേഹം മുതിർന്നതിന് ശേഷം, കാര്യവിവരം വെച്ചതിന് ശേഷം നമ്മുടെ ഇടയിൽ വരികയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് ഈ തിരുവത്താഴം എന്ന് പറയുന്നതിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുക്കാം, അല്ലേ? നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. നമ്മുടെ ഇടയിൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ശുശ്രൂഷകന്മാരുണ്ട്, വളരെ മനോഹരമായ നിലയിൽ ആത്മനിറവിൽ ആ കാര്യങ്ങളെ പങ്കുവെക്കുവാൻ പാകത്തിന്. അപ്പം അതിനൊക്കെ മുന്നോടിയായിട്ട് വീണ്ടും ജനനത്തെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും ഒക്കെ ചേർത്ത് വെച്ച് പറയാനും കഴിയുന്നവർ നമ്മുടെ ഇടയിലുണ്ട്, ധാരാളമുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ആ കാര്യങ്ങളെ വിശദീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സങ്കടപൂർവ്വം പറയുന്നത്, ആ സമയത്ത് ഇവർ കുഞ്ഞുങ്ങൾക്ക് തിരുവത്താഴം കൊടുത്തില്ല, കുഞ്ഞുങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് അവർ ആ തിരുവത്താഴം പൂർത്തീകരിച്ചു. അതേസമയം ഓർത്തഡോക്സ് സമൂഹത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കും ഈ കുർബാന കൊടുക്കും. കുഞ്ഞുങ്ങളുടെ വളർച്ചയെക്കുറിച്ച് അദ്ദേഹം ഉത്കണ്ഠപ്പെടുന്നുണ്ട്. യെസ്, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ വളർച്ച, ദേഹം ദേഹി ആത്മാവ് എന്നുള്ള വിഷയത്തിൽ ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കും. അതായത് ചെറുപ്രായത്തിൽ പാല് കൊടുത്തങ്ങനെ അങ്ങ് തുടങ്ങുകയാണ്, പിന്നെ ഈ ചോറൊക്കെ ഇങ്ങനെ ഉടച്ചുടച്ചൊക്കെ കൊടുക്കും, അങ്ങനെ പിന്നെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ കൊടുത്താണ് ഇവരെ നമ്മൾ വളർത്തിയെടുക്കുന്നത്, അതായത് ഇവരെ ശാരീരിക പുഷ്ടിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. അപ്പോൾ തന്നെ അവരുടെ ആത്മാവിൻ്റെ പുഷ്ടിക്ക് വേണ്ടി അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന ആ കൂട്ടർ അല്ലെങ്കിൽ ആ സമൂഹം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞുങ്ങളെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് തിരുവത്താഴത്തിലേക്കൊക്കെ കൊണ്ടുവരുന്നതിന് ഒത്തിരി സമയമെടുക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ തിരുമേശ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്, പക്ഷെ അവർ കൊടുക്കുന്നില്ല. ആ കാര്യത്തിൽ കുഞ്ഞുങ്ങളുടെ സമ്പൂർണമായ വളർച്ചയ്ക്ക് ഒരു കോംബോ പാക്ക് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ കുർബാനയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട്. അവർ ഈ കുർബാന കൃത്യമായി കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയം എന്ന് വെച്ചാൽ കാര്യങ്ങളെക്കുറിച്ച് കൃത്യം മനസ്സിലാക്കിയിട്ട് വേണമല്ലോ പ്രതികരിക്കാനായി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വീഡിയോയുടെ കമൻസിൽ ചില ആൾക്കാർ എഴുതി, ഓർത്തഡോക്സ് സമൂഹം, അതായത് സിറിയൻ ഓർത്തഡോക്സ് എല്ലാം, അതിൽ വരുന്നതെല്ലാം,
അവർ കുഞ്ഞുങ്ങൾക്ക് കുർബാന കൊടുക്കും. മാമോദീസ കഴിഞ്ഞാൽ പിന്നത്തേതിൽ ആ കുർബാനയുടെ അപ്പവും വീഞ്ഞും കൂടെ ചാലിച്ച് നാവിൽ തൊട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് മാതാവ് കുർബാനയ്ക്ക് വരുന്ന സമയത്തൊക്കെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ നാവിൽ തൊട്ട് കൊടുക്കും. അതാണ് അച്ഛൻ പറഞ്ഞതും ചിലർ കമൻസിൽ എഴുതിയതും. എന്നാൽ കാത്തലിക് സമൂഹവും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ന്യൂസ് നമുക്ക് കേൾക്കാനിടയായി. കാത്തലിക് സമൂഹവും പുതുതായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ശരിക്കും നമ്മൾ അതിനെക്കുറിച്ചൊരു അന്വേഷണത്തിലേക്ക് പോയി. അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോയപ്പോൾ കത്തോലിക്ക പുരോഹിതന്മാരോടും കന്യാസ്ത്രീകളോടും ഒക്കെ ആ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കി. ഈ വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അനുവർത്തിക്കുന്നത് കാര്യങ്ങൾ. അപ്പോൾ അവരത് കേട്ടപ്പോൾ അവർ അത്ഭുതം കൂറി. അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞു. കത്തോലിക്ക പുരോഹിതനോട് തന്നെയാണ് ചോദിച്ചത്. പുരോഹിതൻ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കുർബാനയുടെ മഹത്വവും മഹാത്മ്യവും വല്ലതും അറിയാവോ? അവർക്ക് ഞങ്ങൾ എങ്ങനെ അങ്ങനെ കൊടുക്കും? അവർ മുതിർന്നു വന്നതിന് ശേഷം മാത്രമേ കൊടുക്കൂ. ലോകത്തിൽ ഒരിടത്തും അങ്ങനെ കൊടുക്കില്ല. അങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വല്ല കൈവത്തത്തിൽ എവിടെയെങ്കിലും കൊടുത്തെങ്കിലായി. അതല്ലാതെ ഒഫീഷ്യലായിട്ട് ലോകത്തിലൊരിടത്തും കാത്തലിക് ചർച്ചിന് അങ്ങനത്തെ ഒരു പ്രാക്ടീസ് ഇല്ല എന്ന് ഒരു കത്തോലിക്ക പുരോഹിതനും ഒരു കന്യാസ്ത്രീയും രണ്ടുപേരും ആ കാര്യത്തിൽ സർട്ടിഫൈ ചെയ്തു. അവർ രണ്ടുപേരും പറയുമ്പോൾ നമുക്കതിനകത്ത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ചില സമയത്ത് മനുഷ്യൻ്റെ വായിൽ നിന്ന് സത്യം വരും. ചില സത്യങ്ങൾ അച്ഛൻ പറഞ്ഞതിലൊരു സത്യമുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ക്ലിക്ക് ചെയ്തോ അതെന്താ സത്യം എന്ന്? ക്ലിക്ക് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? സഹോദരങ്ങളെ, ആ പുരോഹിതൻ പറഞ്ഞതിൽ ഏറ്റവും ഗൗരവമായൊരു കാര്യം, അദ്ദേഹം ആശ്ചര്യം കൂറിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പുരികമൊക്കെ പൊങ്ങി നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. എന്താ ഈ പറയുന്നത്? ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒന്നും അറിയാത്ത ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കുർബാന ഞങ്ങൾ എങ്ങനെ കൊടുക്കും? കുർബാനയുടെ മഹത്വവും മഹാത്മ്യവും കുഞ്ഞുങ്ങൾക്കറിയാമോ? അത് മനസ്സിലാകുന്ന സമയത്താണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതുവരെ ഞങ്ങൾ കൊടുക്കില്ല. അതിനാണ് അവർ ആദ്യ കുർബാന കൊടുക്കുക എന്ന് പറയുന്നത്. അതിന് സ്ഥൈര്യലേപനം എന്ന് പറയും. ആദ്യ കുർബാനയും പിന്നെ ഈ പറഞ്ഞ മൂറോനും ഒക്കെ പൂശി പരിശുദ്ധാത്മാവിനെയൊക്കെ കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട് അവർക്ക്. അതിനൊരു 10 വയസ്സൊക്കെ എന്തായാലും കഴിയണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിലെ കാര്യം എന്താ? ഈ കുർബാന എന്താ ഏതാണെന്ന് അറിയാത്ത കുഞ്ഞിന് അതെങ്ങനെ കൊടുക്കുമെന്നാണ് ചോദിച്ചത്. ന്യായമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ സ്നാനം എന്താ, അതിൻ്റെ ABCD എന്താണെന്ന് അറിയാത്ത കൊച്ചിനെ സ്നാനപ്പെടുത്താം, അഥവാ മാമോദീസ കൊടുക്കാം. തരക്കേടില്ല. അയ്യോ, ഇത്രയും മഹാന്മാർ ഈ ഇരിക്കുന്ന എല്ലാം വിദേശത്തൊക്കെയാണ് പോയിരിക്കുന്നത്. IELTS ഒക്കെ പഠിച്ചിട്ട് പോയ പാർട്ടികളാണ്. ഇതിലിരിക്കുന്നൊരു ബിരുദൻ IELTS പഠിക്കാൻ കായംകുളം വരെയാണ് പോയത്. കായംകുളം വരെ പോയി പഠിച്ച് നല്ല സ്കോറൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. എല്ലാവരും IELTSകാരാണ് ഇരിക്കുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ IELTS അല്ലാത്തത്. ഞാനും ഉണ്ട്, നമ്മുടെ രതീഷും ഉണ്ട്, ശാന്ത സഹോദരിയുണ്ട്. ബാക്കിയെല്ലാം IELTS കഴിഞ്ഞവരാണ്. ഇത്ര ഒരു മാർമികമായ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലിക്കായില്ലെന്ന് പറഞ്ഞാൽ ചിരി വരിക. സഹോദരങ്ങളെ, അച്ഛൻ പറഞ്ഞത് എന്താ? എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് കുർബാന കൊടുക്കുന്നത്? അതിൻ്റെ മഹാത്മ്യവും ഗൗരവവും മനസ്സിലാകുന്ന സമയത്തെ അത് കൊടുക്കൂ. അതുവരെ അങ്ങനെ ചെയ്യില്ല, അലക്ഷ്യമായി ചെയ്യില്ലെന്ന്. അപ്പം സ്നാനമോ എന്നാ ഞാൻ ചോദിച്ചത്. അത് എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചിനെയല്ലേ പിടിച്ച് മുക്കുന്നത്? ആ കുഞ്ഞിന് വല്ലതും മനസ്സിലായിട്ടാണോ അതിനെ പിടിച്ച് മുക്കുന്നത്? അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിനോടനുബന്ധിച്ച് പറയാനുള്ളത്, നമ്മളൊരു അന്വേഷണത്തിലായിരുന്നു ഈ ഒരാഴ്ച മുഴുവനും. ഈ അന്വേഷണം ചെന്ന് എത്തിയത് മർത്തോമാ സഭയിലെ രീതി എങ്ങനെയാണെന്ന് അന്വേഷിച്ചു. ഇവാഞ്ചലിക്കൽ, CSI, പിന്നെ ലൂതറൺ, ഇങ്ങനെ കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബാപ്റ്റിസ്റ്റ്, പ്രെസ്ബിറ്റേറിയൻ, മെത്തഡിസ്റ്റ്, പിന്നെ ബ്രദറൻ, പെന്തിക്കോസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ അന്വേഷണത്തിൽ 900 ഡിനോമിനേഷൻസ് ഉണ്ട് ക്രിസ്തീയ ലോകത്ത്. കണ്ടമാനമുണ്ടല്ലോ. ഇതിൽ ഈ ഓർത്തഡോക്സ് സമൂഹം അല്ലാതെ വേറെ ഒരൊറ്റ സമൂഹവും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുന്നില്ല. നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് കിട്ടിയ കാര്യമാണ്. ഇനി നമ്മുടെ അന്വേഷണത്തിലെങ്ങും പെടാത്ത 900 ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മേജറായിട്ടുള്ള കേസുകളാണ് ഞാൻ പറയുന്നത്. വളരെ മേജറായിട്ടുള്ള, നമ്മൾ കാത്തലിക് എടുക്കാം, താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ ഓരോന്ന് എടുക്കാമല്ലോ. അങ്ങനെ ഈ പറഞ്ഞ ഗ്രൂപ്പുകളിലൊന്നും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്ന രീതിയില്ല. ഇവർ മാത്രമേ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. അതിൽ പറയുന്ന മണ്ടത്തരം എന്താണെന്നറിയാവോ? കുഞ്ഞിൻ്റെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കുർബാന കൊടുക്കണമെന്ന്. അതിനെന്തെങ്കിലും ഒരു ബൈബിൾ റെഫറൻസ് ഉണ്ടോ? ഒരു ബൈബിൾ റെഫറൻസ്
കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നു, ഓക്കെ, വാദത്തിന് ഞങ്ങൾ സമ്മതിച്ചു. കുഞ്ഞിൻ്റെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് കുർബാന കൊടുത്തു കഴിഞ്ഞാൽ വളരും എന്നുള്ള ഒരു വാക്യം എവിടെയുള്ളത്? നിങ്ങൾക്ക് എടുത്ത് ഉദ്ധരിക്കാൻ കഴിയുന്ന വാക്യം എന്ന് പറയുന്നത് യോഹന്നാൻ 6-ാം അധ്യായത്തിലാണ്. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കുകയും നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യണമെന്ന്. അത് നിങ്ങൾ ലിറ്ററലി എടുക്കുന്നു, ഓക്കെ, ലിറ്ററലി എടുക്കുന്നു. അത് ആത്മാവിൻ്റെ വളർച്ചയ്ക്കാന്ന് പുസ്തകത്തിലുണ്ടോ? അങ്ങനൊരു വാക്യമോ അങ്ങനൊരു ധ്വനിയോ അവിടെയുണ്ടോ? നമ്മുടെ ആത്മീയ വളർച്ചയോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച എഫേസ് ലേഖനത്തിലുണ്ട്. എഫേസ് ലേഖനത്തിൽ പറയും, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ വചനമാണ് ഭക്ഷിക്കേണ്ടത്. നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് എന്താ? വചനമാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ദൈവവചനമാണ്. അത് ചവച്ചരച്ച് ഭക്ഷിക്കുകയാണ്. വചനത്തിൽ രസിക്കുകയാണ്. ആ വചനം ചവച്ചരിച്ച് ആസ്വദിച്ച് ഭക്ഷിക്കുകയാണ്. അതിൻ്റെ ദഹനത്തിന് വേണ്ടിയാണ് നമ്മൾ ആത്മാവിൻ്റെ നദിയിൽ നിന്ന് കുടിക്കുന്നത്. അപ്പോൾ ഭക്ഷണവും പാനീയവും രണ്ടും പറഞ്ഞു. ആത്മാവിൻ്റെ നദിയിൽ നിന്ന് കുടിക്കുകയാണ്. അതാണ് അകത്തെ മനുഷ്യൻ്റെ ബലത്തിനു വേണ്ടി ദൈവവചനം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത്. അല്ലാതെ കുഞ്ഞിന് കുർബാന കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് ആത്മാവിൽ വളരും. ഒരു സമ്പൂർണ്ണമായ വളർച്ച വേണ്ടെന്നൊക്കെയാണ് ബഹുമാന്യനായ പുരോഹിതൻ ചോദിക്കുന്നത്. സമ്പൂർണ്ണമായ വളർച്ച. നിങ്ങളിങ്ങനെ ഭക്ഷണം കൊടുത്ത് ശരീരം മാത്രം വലിപ്പത്തിൽ കൊണ്ടുവന്നാൽ മതിയോ? ആത്മാവിലൊരു വളർച്ച വേണ്ടേന്ന്. ഇനി ഒരു മറുചോദ്യം കൂടെ ഉണ്ട് കേട്ടോ. കാലാകാലങ്ങളായി, വേണമെങ്കിൽ കോടാനുകോടി വർഷം എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഓർത്തഡോക്സുകാർ ഇങ്ങനെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ അപവീഞ്ഞുകൾ കൊടുക്കുന്നുണ്ടല്ലോ, കുർബാന കൊടുക്കുന്നുണ്ട്. ഈ കുർബാന ഭക്ഷിച്ച ഓർത്തഡോക്സുകാരെല്ലാം ആത്മീയത്തിൽ വളർന്നു നിൽക്കുകയാണോ? വലിയ ചോദ്യമാണ്. നമ്മളെല്ലാം ഈ കൂട്ടത്തിൽ നിന്ന് ചാടി ഇറങ്ങി വന്ന ആളുകളാണ്. ഇപ്പോൾ ഓർത്തഡോക്സിൽ നിന്ന് ചാടി വന്ന പാർട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. അവരോടൊക്കെ 10 ചോദ്യം ചോദിച്ചാൽ അവർ വിഷമിച്ചു പോകും. അതായത് ഇപ്പോൾ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ ഇരിക്കുന്നെങ്കിൽ തന്നെയും കഴിഞ്ഞ നാളുകളിൽ ദീർഘവർഷം 10, 25, 30, 35 വർഷവും ഓർത്തഡോക്സിലായിരുന്നല്ലോ. അപ്പോൾ ഇതിലേക്ക് വന്നു കയറിയിട്ട് 2, 3, 4, 5 കൊല്ലമൊക്കെ അല്ലേ ആയുള്ളൂ. അപ്പോൾ 25, 30 വർഷത്തെ ഒരു ലോങ് എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് വെച്ച് ചോദിക്കാം, അവിടെ നിന്നിട്ട് ഈ കുർബാനയൊക്കെ കഴിച്ചിട്ട് എന്ത് വളർച്ചയുണ്ടായിന്ന് ഒന്നും രണ്ടെന്ന് പോലും പറയാൻ അറിയില്ല പലർക്കും. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അയൽവാസികൾ ഒക്കെ വെച്ച് ഞാൻ നോക്കുക, എല്ലാം ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടവരാ. സിറിയൻ ബാക്ക്ഗ്രൗണ്ടുകാർ. അവരുടെ ഓരോരുത്തരുടെയും കുർബാന തിന്ന ആളുകളെല്ലാം അയ്യോ സങ്കടം വരും. ഓരോരുത്തരുടെയൊക്കെ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മേക്കപ്പൊക്കെ ഇട്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ മിടുക്കികളും മിടുക്കന്മാരും ഒക്കെയാണ്. പക്ഷേ ABCD അറിയില്ല. ഈ കുർബാന തിന്നുന്ന പെൺപിള്ളേരാണ് ഈ സിറിയയിൽ ആട് മേയ്ക്കാൻ പോകുന്നത്. പെന്തിക്കോസ്തുകാരുടെ പിള്ളേരൊന്നും സിറിയ വരെ പോയിട്ടില്ല. അത് നാട്ടിലൊക്കെയുള്ള ചുറ്റിക്കളി മാത്രമേ കേട്ടിട്ടുള്ളൂ. അത് റയറായിട്ടേ കേട്ടിട്ടുള്ളൂ. അതേസമയം ഇത് എണ്ണം കൂടുതലല്ലേ. ഈ കുർബാന കൈക്കൊണ്ട പിള്ളേർ സിറിയയിൽ ആട് മേയ്ക്കാൻ പോവുക പറഞ്ഞ സംഭവം മനസ്സിലായല്ലോ. പൊളിറ്റിക്കലായിട്ടുള്ളൊരു സംഭവമാണ്. അതിൻ്റെ ബാക്കിയും കൂടെ പൂരിപ്പിച്ചോളുക നിങ്ങൾ. അപ്പോൾ എവിടെ ഈ വളർന്നു എന്ന് പറയുന്നത്? എന്ത് വളർച്ചയായി ആളുകൾ വളരുന്നത്? വളരാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താ? ദൈവവചനം ഭക്ഷിക്കുക അല്ലേ? വചനമാണ് ഭക്ഷിക്കേണ്ടത് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലം പ്രാപിക്കുവാൻ. അങ്ങനെ ചുമ്മാ വചനം ഭക്ഷിക്കാൻ പറ്റുമോ? വചനം ഭക്ഷിക്കണമെങ്കിൽ ഒരു തുടക്കം വേണം, ഒരു വീണ്ടും ജനനാനുഭവം വേണം. വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിൽ വന്നൊരു വ്യക്തിയുടെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഒരു വ്യക്തിയുടെ ക്രമീകരണമാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ ഉയർത്തിയ ആശയം മനസ്സിലായോ? ഇങ്ങനെ കുർബാന കൊടുത്ത് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഒക്കെ വളർച്ച നേടിയെന്ന് പറയുന്ന ആളുകൾ അവരുടെ ചരിത്രം നമ്മളിന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ആളുകളൊന്നും ആത്മാവിൽ വളർന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ പ്രാപ്തരല്ല. കുർബാന കൊണ്ട് കഴിയുമ്പോൾ അകത്ത് ബലം വരിക എന്നാണല്ലോ പറയുന്നത്. വളർച്ച വരികയല്ലേ ആത്മാവിൽ. അങ്ങനെ ആത്മാവിൽ വളർച്ച വന്ന് മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ലെന്ന് പുത്തൻകുരിശിൽ ഒരു യാക്കോബക്കാരൻ നിന്ന് പറയുന്നില്ല. കോട്ടയത്ത് ദേവലോകത്ത് അല്ലെങ്കിൽ ആ കഞ്ഞിക്കുഴി ജംഗ്ഷനിൽ അവിടെ നിന്ന് ഒരു ഓർത്തഡോക്സുകാരനും പറയുന്നത് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. അവിടെ അച്ഛന്മാരും പറയുന്നത് കേട്ടിട്ടില്ല, മേൽപ്പട്ടക്കാരും പറയുന്നത് കേട്ടിട്ടില്ല. ഇനി അവിടെ ഒന്നും നിന്ന് പറയണ്ട, അവരുടെ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ നിന്നും പറയുന്നത് കേട്ടിട്ടില്ല. യേശുക്രിസ്തുവിലൂടെയാണ് നിത്യരക്ഷയെന്ന് അവർക്ക് അറിയാമെങ്കിൽ പോലും അവരാരോടെങ്കിലും പറഞ്ഞതായിട്ട് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടില്ല. അപ്പോൾ ഈ കുർബാന കൊണ്ട ആളുകൾക്ക് അങ്ങനെ ഒരു ബലമുണ്ടോ? ഈ അടുത്ത കാലത്ത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാൻ തോമസ് തറയിൽ പിതാവ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയിൽ
തിരുവല്ലായിൽ ജോയി ആലുക്കാസിൻ്റെ പരിസരത്ത് നിന്ന് 2-3 ചെറുപ്പക്കാർ അവിടെ നിന്നുകൊണ്ട് ഒരു പ്ലാക്കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നു. ആ പ്ലാക്കാർഡിൽ അദ്ദേഹം നോക്കിയപ്പോൾ കാണുന്നത്, കാറ് സിഗ്നലിൽ സ്ലോ ചെയ്തപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചയാണ് യേശുക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്നുള്ളതാണ് പ്ലാക്കാർഡിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൻ്റെ ഒരു കോൺഫറൻസിൽ പറഞ്ഞ കാര്യമായത്. അത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പോൾ ഈ പറഞ്ഞ ചെറുപ്പക്കാരൊന്നും കുർബാന നിന്നവരല്ല. അച്ഛൻ പറയുന്നുണ്ട്, മെത്രാച്ചൻ പറയുന്നുണ്ട്, നമ്മുടെ ഇടയിലുള്ള പിള്ളേരൊന്നും ആയിരിക്കില്ല എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായത് പെന്തിക്കോസുകാരുടെ പിള്ളേരാണ്. അപ്പോൾ കുർബാന തിന്നുന്ന പിള്ളേർക്ക് നടുറോഡിലോ തെരുവിലോ എവിടെയും നിന്ന് ക്രിസ്തു എൻ്റെ രക്ഷകനെന്നോ ക്രിസ്തു എൻ്റെ വീണ്ടെടുപ്പുകാരനെന്നോ ഒരു വാക്ക് പറയാൻ മുട്ടുകൂട്ടിയിടിക്കും. അതേസമയം പെന്തിക്കോസുകാരുടെ പിള്ളേർ റോഡിൽ നിന്ന് പറഞ്ഞ കണ്ടോ, അവനൊരു കുർബാനയും തിന്നുന്നില്ല. അവൻ കർത്തൃമേശയിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ടൊന്നും അല്ല അത് പറയുന്നത്. കർത്തൃമേശ ആത്മാവിൻ്റെ ശക്തീകരണത്തിനോ ബലത്തിനൊന്നും വേണ്ടി കൊടുക്കുന്നതല്ല. അത് ഒരു മെമ്മോറിയലാണ്. ക്രിസ്തു തങ്ങളെ വിടുവിച്ച വിധമോർത്ത് ആ ബലിമരണത്തിൻ്റെ സ്മരണയാണ്. അങ്ങനെ പല കാര്യങ്ങളാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ദൈവരാജ്യത്തിൽ നിൽക്കുന്ന ഒരുവൻ അവൻ ദിനംപ്രതി വചനം ഭക്ഷിക്കുകയാണ്, വചനം ധ്യാനിക്കുകയാണ്, വചനം അവൻ്റെ അകത്തേക്ക് വരികയാണ്. അങ്ങനെയാണ് അവൻ ആത്മാവിൽ ബലപ്പെടുന്നത്. അവൻ പരിശുദ്ധാത്മാവിൽ നിറയുകയാണ്, നിറവിൽ നിന്ന് നിറവിലേക്ക് വരികയാണ്. ആ നിറവിൽ നിന്നുകൊണ്ടാണ് അവൻ ധൈര്യപ്പെട്ടുകൊണ്ട് ക്രിസ്തു എൻ്റെ രക്ഷകൻ എന്ന് പറയുന്നത്. അത് തിരുവല്ലായിലല്ല, എവിടെ നിന്നും പറയാൻ അവർക്ക് കഴിയുന്നതിൻ്റെ കാരണം അവർ ആത്മശക്തി പ്രാപിച്ചിരിക്കുന്നു, അവർ വചനത്താൽ പോഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ കാരണത്താലാണ്. 2 പ്രധാന കാര്യങ്ങൾ. ബഹുമാന്യനായ പുരോഹിതൻ്റെ ആശയത്തെ തിരുത്തുകയാണ് നമ്മൾ. അവിടെ ആൾക്കാരിത് കേട്ട് കഴിഞ്ഞാൽ കല്ലെറിയും. തിരുത്താൻ നീ ആരെന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ തിരുത്തുകയാണ്. അത് നമ്മുടെ മേലുള്ള അഭിഷേകത്തിൻ്റെ പ്രത്യേകതയാണ്. തിരുത്തുകയാണ്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലം പ്രാപിക്കുവാൻ വചനം ഭക്ഷിക്കണം, ആത്മാവിൻ്റെ നദിയിൽ നിന്ന് പാനം ചെയ്യണം, ആത്മാവിൽ ജീവിക്കണം. അപ്പോഴാണ് ആത്മാവിൽ ബലം പ്രാപിക്കുന്നത്. ആ ബലത്തിലും കരുത്തിലും നിന്നുകൊണ്ടാണ് സാക്ഷിയാകാൻ കഴിയൂ. സാക്ഷിയാകാൻ ഒരു ക്രൈസ്തവൻ്റെ വിളി എന്ന് പറയുന്നത് സാക്ഷിയാകാനാണ്, വിറ്റ്നസ് ആകാനാണ്. ഈ ലോകത്ത് വിറ്റ്നസ് ആകാനാണ് വിളിക്കപ്പെട്ടത്. അല്ലാതെ ചുമ്മാ കുർബാന അർപ്പിച്ച് കുർബാനം തിന്ന് അങ്ങനെ പോകാനല്ല. പെന്തിക്കോസുകാരെന്ന് പറയുന്ന ആ കൂട്ടര്, അവരെ എടുത്ത് പഠിക്കാം. അവർ കർത്തൃമേശ നടത്താൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണോ? അവർ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ്. അവരൊരുമിച്ച് കൂടുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കർത്തൃമേശ അല്ലെങ്കിൽ തിരുമേശയൊക്കെ ഭക്ഷിക്കുന്നത്? അത് സ്മരണയാണ്. കർത്താവ് വിടുവിച്ചതും വീണ്ടെടുത്തതുമായ വിധങ്ങളെ ഒന്നുകൂടെ ഓർക്കുകയാണ്, അയവറുക്കുകയാണ്. ദൈവസന്നിധിയിൽ ഒരു റീഡെഡിക്കേഷൻ എന്നൊക്കെ വേണേൽ പറയാം. ആ സമയത്ത് തങ്ങളെ തന്നെ ശോധന ചെയ്യാനും ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനോടുള്ള ബന്ധത്തിൽ. ഞാൻ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഈ കാര്യങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നേരിൻ്റെ പാതയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അത്ര തന്നെ. അടുത്തൊരു കാര്യം പറയാനുള്ളത്, യേശുക്രിസ്തു ആണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ മാറ്റി നിർത്തൂ എന്ന് ചോദിച്ചു. ആ കുഞ്ഞുങ്ങൾക്കല്ലേ ആദ്യം കൊടുക്കൂ എന്നുള്ള ഒരു ചോദ്യം വന്നു. അതിന് വളരെ മനോഹരമായ ഒരു മറുപടി നമ്മുടെ യൂട്യൂബ് മെസ്സേജിൻ്റെ കമൻസിൽ വന്നു. ഏതൊരു സഹോദരൻ ഒരു മറുപടി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മറുപടിക്ക് ധാരാളം ലൈക്ക് ആൾക്കാർ കൊടുക്കുന്നുണ്ടോ, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് 7 കോഴ്സ് മീലല്ലോ ആണോ കുട്ടികൾക്ക് ആദ്യം കൊടുക്കാൻ പാകത്തിന്? കർത്തൃമേശ എന്ന് പറയുന്നത് ഈ ബൊഫേ സിസ്റ്റം അവിടെ ഇരിക്കുന്നു, അതിൽ ആളുകൾ വന്ന് എടുക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ കുഞ്ഞുങ്ങൾക്കല്ലേ ആദ്യം കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ചോദ്യമാണോ ഇത്? അതായത് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതെന്നാ ഭക്ഷണപാനീയം എന്നുള്ളൊരു അർത്ഥത്തിൽ അങ്ങനെ കഴിക്കാൻ വേണ്ടി ഒത്തുകൂടിയ ഒരു ഒത്തുകൂടലല്ലോ ആണോ ഇത്? ഇത് ദൈവസഭ ഒരുമിച്ച് കൂടിയിരിക്കുന്നതല്ലേ? ദൈവസഭ ഒരുമിച്ച് കൂടി വീണ്ടെടുപ്പിൻ ഗീതങ്ങളെല്ലാം പാടി പ്രാർത്ഥനയോടെ ദൈവവചനം ധ്യാനിച്ച് പിന്നത്തേതിൽ തിരുമേശയുടെ മുമ്പാകെ വരികയാണ്. ശുശ്രൂഷകന് അപ്പത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഗോതമ്പായിരിക്കണം, മസ്റ്റായിട്ടും. വേറെ ഒരു സാധനവും പറ്റത്തില്ല, ഗോതമ്പ് തന്നെ ആയിരിക്കണം. അതുപോലെ പാനപാത്രത്തിലിരിക്കുന്നത് വീഞ്ഞ് അഥവാ മുന്തിരിച്ചാറായിരിക്കണം. മുന്തിരിവള്ളിയുടെ അനുഭവം അല്ലാതെ അതിനകത്ത് വേറൊന്നും പറ്റത്തില്ല. നാരങ്ങ വെള്ളമോ ഫാൻ്റെയോ ഗീൻ്റെയോ ഏതോ ഒരു തലതെറിച്ച മെത്രൻ പറയുന്നത് കേട്ട് ഈ പെന്തിക്കോസുകാർ നാരങ്ങ വെള്ളം കുടിക്കുമെന്ന്. അയാളെ എന്തെന്നാ നമ്മൾ പറയുക? നമുക്ക് സഹതാപേ ഉള്ളൂ. കാരണം ഞാൻ നല്ല മുന്തിരിവള്ളിയാണെന്ന് നമ്മുടെ കർത്താവ് പ്രസ്താവിച്ചിട്ടിരിക്കുക. ആ മുന്തിരിവള്ളിയിൽ നിന്ന് ആ മുന്തിരി അത് ചക്കിലിട്ട് ഇടിച്ച് പിഴിഞ്ഞെടുത്തതുപോലെ പിഴിഞ്ഞെടുത്ത് അത് നമുക്ക് വേണ്ടി, നമ്മുടെ സന്തോഷത്തിനും ആത്മസന്തോഷത്തിനും അതിനൊക്കെ വേണ്ടി നമുക്ക് വേണ്ടി തന്നിരിക്കുക. അപ്പോൾ അതിന് പകരം നമ്മൾ വേറെ കാര്യം എടുത്തുകൊണ്ട് വന്ന് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ പെന്തിക്കോസുകാരുടെ ഒരു പൊതു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ അവർ തലമുടി നാരി കീറി നോക്കുന്ന പാർട്ടികളാണ്. അവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഈ കൊണ്ടുവന്ന മുന്തിരി മൂത്തതാണോ മൂപ്പ് കുറഞ്ഞതാണോ എന്ന് പോലും നോക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. അന്നേരം പറയുന്നത് നാരങ്ങ വെള്ളം കൊണ്ടുവന്നു. നാരങ്ങ വെള്ളം കൊണ്ടുവന്നവനെ എയറിലാക്കി അവനെ വാണത്തെ കയറ്റി വിടും. അതാണ് പെന്തിക്കോസുകാർ. മെത്രാൻ അത് അറിയില്ലെങ്കിൽ വാ ഞങ്ങൾ പഠിപ്പിക്കാം, ഏത് മെത്രാൻ വന്നാലും ഞങ്ങൾ പഠിപ്പിക്കാം. പെന്തിക്കോസുകാരുടെ ഇടയിൽ ഒരു അഭ്യാസവും നടക്കില്ല. ഒരുത്തിനൊരു നായ അടുത്ത് നിർത്തിക്കൊണ്ട് ഒരു കർത്തൃമേശ പരിപാടി നടത്തി. അവൻ്റെ അതൊരു പരിപാടിയായിട്ട് കൂട്ടാം. അതിനെ പെന്തിക്കോസുകാർ വെറുതെ വിട്ടോ? അപ്പോൾ പുള്ളിയെ ട്രോളി കൊന്നെന്ന് പറഞ്ഞാൽ മതി, ഒരു പരുവാക്കി കളഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ് അവിഖ്യാതി പറയുന്നത്. അങ്ങനെയൊന്നും പറയരുത് മെത്രാച്ച. ഞങ്ങൾ അങ്ങനത്തെ പാർട്ടികളല്ല, ഞങ്ങളെല്ലാം തലമുടി താരി കീറുന്ന പാർട്ടികളാണ്. ഓക്കെ, ശുശ്രൂഷ ഇങ്ങനെ പുരോഗമിച്ച് വരുമ്പോൾ തിരുമേശയിലേക്ക് കടക്കുമ്പോൾ ശുശ്രൂഷകൻ ആ അപ്പം, ഗോതമ്പിൻ്റെ അപ്പം എടുത്ത് നുറുക്കും. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അന്ന് തൃക്കരത്തിൽ അപ്പം എടുത്ത് നുറുക്കി വിഭജിച്ചു, എന്നിട്ട് തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തു. അതായത് പലരായ അവർക്ക് ആ ഒരപ്പത്തിൻ്റെ അംശികളാകുവാൻ അവകാശം കൊടുക്കുകയാണ്. പലരായ അവർ ആ ഒരപ്പത്തിൽ അംശികളാകുമ്പോൾ അവർ ക്രിസ്തുവിൽ ഒന്നായി തീരുകയാണ്. ക്രിസ്തുവിൻ്റെ ബലിമരണം മൂലം പല ദിക്കുകളിൽ കിടക്കുന്ന ആളുകൾ ഒരപ്പത്തിൻ്റെ അംശികളായി ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ഭാഗമായി തീർന്നിരിക്കുന്നു എന്നുള്ള ഒരു ആത്മീയമായ വിവക്ഷയും കൂടെ അവിടെ വരുന്നുണ്ട്. അതുപോലെ ആ പാനപാത്രത്തിൽ നിന്ന് അവർ കുടിക്കുമ്പോൾ, ആ ഒരു പാനപാത്രത്തിൽ നിന്ന് അവർ കുടിക്കുന്ന ആ സമയത്ത് തന്നെ പല കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട അവർ അവിടെ ഒരുമിച്ച് കൂടി ആ ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ളൊരു ഡിക്ലറേഷനാണ്, അല്ലെ? നിശബ്ദമായ ഒരു ഡിക്ലറേഷൻ അവിടെ വരുന്നുണ്ട്. ലോകം കേൾക്കെ കാണെ, സാത്താനി ലോകം എല്ലാം കാണെ പറയാതെ പറയുകയാണ് ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നാണ്. ആ തിരുരക്തമാണ് ഞങ്ങളെ വീണ്ടെടുത്തത്. ആ പാത്രത്തിനകത്ത്, അതിനകത്ത് കേവലം മുന്തിരിച്ചാറ് മാത്രമാകട്ടോ, ആ വീഞ്ഞു മാത്രമാണ്. അതിനൊരു വസ്തുമാറ്റവും വരുന്നില്ല, അത് രക്തമായിട്ട് മാറുന്നില്ല, ഒന്നുമായിട്ട് മാറുന്നില്ല. അത് അങ്ങനെ തന്നെയാണ്. മാറ്റം സംഭവിക്കുന്നത് കുടിക്കുന്നവൻ എന്താ വരുന്നത്? അവനൊരു അനുതാപത്തിലാണ് അവിടെ ഇരിക്കുന്നത്, അല്ലേ? കഴിഞ്ഞ ഒരാഴ്ചയോ ഒരു മാസമോ തിരുമേശയിൽ പങ്കെടുത്തതിന് ശേഷം പിന്നത്തേതിൽ അതിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിൽ വക്രതയും കോട്ടവുമുള്ളൊരു തലമുറയുടെ നടുവിൽ സഞ്ചരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെതായ മാലിന്യങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടാണ് വരുന്നത്. സംസാരത്തിലാകട്ടെ, കൊടുക്കൽ വാങ്ങലുകളിലാകട്ടെ, ഇടപാടുകളിലാകട്ടെ ഒക്കെ പല മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാം. അതൊക്കെ വെച്ചുകൊണ്ടാണ് അവർ തിരുസന്നിധിയിൽ കടന്നു വന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുന്നത്. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ധ്യാനത്തോടെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ ഞങ്ങൾ റേസ് ചെയ്യുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള ഭാഗം കർത്തൃമേശയുമായി ബന്ധപ്പെട്ട ഗൗരവമായ ഒരു സ്റ്റഡിയാണ് അവിടെ വരുന്നത്. ഏറ്റവും ആധികാരികമായി സഭയ്ക്ക് വേണ്ടി പൗലോസ് ലീഗ പരിശുദ്ധാത്മ നിവേശിതനായി എഴുതി വച്ചിരിക്കുകയാണ്. എക്കാലത്തേക്കുള്ള സഭയ്ക്കുള്ള മാർഗരേഖയാണ് ആ ഭാഗം. അതിലെ ഒരു വാക്യമാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചേ. 28-29. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അതായത് ദൈവസഭയുടെ ഭാഗമായ ഏതൊരു വ്യക്തിയും ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കാൻ വരുമ്പോൾ എല്ലാ കാലത്തേക്കും, അതായത് കാഹളം ധ്വനിക്കുന്നത് വരത്തേക്കും ദൈവസഭയ്ക്കുള്ള മാർഗരേഖയാണിത്. ഇത് മാറ്റാൻ ആർക്കും അവകാശമില്ല. എല്ലാ കാലത്തേക്കുമുള്ള മാർഗരേഖയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശോധന ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരാഴ്ചത്തെ ഒരു ലൈഫ്, അല്ലെങ്കിൽ ഒരു മാസത്തെ ഒരു ലൈഫ്, അല്ലെങ്കിൽ 2 മാസത്തെ ഒരു ലൈഫ്, ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ ലോകത്ത് സഞ്ചരിക്കുകയാണ്. പലവിധമായ കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞ് ദൈവസന്നിധി വരുമ്പോൾ നിങ്ങൾ ശോധന ചെയ്യണമെന്നാണ് വായിച്ചത്. ഈ കാര്യം എങ്ങനെയാണ് കുട്ടിയുടെ കാര്യത്തിൽ അപ്ലൈ ചെയ്യുന്നത്? ഈ 2 മാസം പ്രായമായ കൊച്ചിനോട് ശോധന ചെയ്തിട്ട് കഴിക്കണമെന്ന് എങ്ങനെ പറയണം? എങ്ങനെ പറയാൻ പറ്റും? അതിന് ലോജിക്ക് മനസ്സിലാകുന്നുണ്ടോ? അതിനകത്ത് വല്ല ലോജിക്കും ഉണ്ടോ? ഈ കൊച്ചിന് കൊടുക്കുന്നതിൽ വല്ല ലോജിക്കും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ വാക്യം എങ്ങനെ അപ്ലൈ ചെയ്യും? അതിന് വേണമെങ്കിൽ ഒരു വാദത്തിനൊരു തർക്കുത്തരം പോലെ തരാവുന്ന മറുപടി ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് തരാവുന്ന ഉത്തരം ഇത്രയേ ഉള്ളൂ: കുഞ്ഞ് പെർഫെക്റ്റാണ്, കുഞ്ഞിന് എന്ത് ശോധന ചെയ്യാനാണ്? അതുകൊണ്ട് കുഞ്ഞിന് 24/7 എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം, ശോധനയൊന്നും ചെയ്യണ്ട. അത് ശരിയാ, ന്യായമായ കാര്യമാണ്. കുഞ്ഞിന് ശോധന ചെയ്യേണ്ട ആവശ്യമില്ല, കുഞ്ഞിന് കൊടുക്കാം. അപ്പോൾ ഈ വാക്യം ഇത് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ പാസേജ് ഇങ്ങനെ പറയുന്ന സമയത്ത് പൗലോസ് ലീഗ എഴുതണ്ടേ? കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു എക്സംഷനുണ്ട്. അവർ
നിഷ്കളങ്കരാണ്, അവർ വിശുദ്ധരാണ്. വിശേഷിച്ച് അതിപുരാതന വിശ്വാസികളുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ വിശുദ്ധന്മാരെന്ന് കൊരിന്ത് ലേഖനത്തിലുണ്ടല്ലോ. അതുകൊണ്ട് വിശുദ്ധന്മാരായ കുഞ്ഞുങ്ങൾക്ക് കുർബാന കൊടുക്കാം, ശോധന ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ വേണേൽ പറയാം. അത് വില പോകുമെന്ന് എനിക്കറിയില്ല, അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞാൽ മതി. അങ്ങനെ ഇങ്ങനെ ഒരു വകുപ്പ് ഉണ്ടായിരുന്നു, ആ വകുപ്പ് വെച്ചാൽ ഞങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചെല്ലുമ്പോൾ പറഞ്ഞാൽ മതി. ചിലപ്പോൾ ഒക്കാം, തമ്പുരാൻ കണ്ണടയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്നാ പറയാനാ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് ഭയപ്പാടുണ്ട്. എഴുതി വെച്ച കാര്യത്തിൻ്റെ മറുകണ്ഠം ചാടേണ്ട കാര്യം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കൊടുക്കാറില്ല. മുന്നമേ നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, വളരെ സീരിയസ് ആയൊരു മെസ്സേജ്. കുഞ്ഞുങ്ങൾ നിരന്തരം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുക, നിരന്തരം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുക. അവർ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുകയാണ്, അവർ സ്വയം ശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വളർന്നു വരുന്ന വളർച്ചയിൽ അവർ വചനം ധ്യാനിക്കുന്നുണ്ടല്ലോ, അവർ വചനം വായിക്കുന്നൊക്കെയുണ്ട്. അതുതന്നെയല്ല, ദൈവസഭയിലും വിവിധങ്ങളായ മാധ്യമങ്ങളിലൂടെയൊക്കെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ട്. അവരുടെ പ്രായത്തിൽ, അവരുടെ മുൻപോട്ടുള്ള വളർച്ചയിൽ ഏതോ ഒരു സമയത്ത് ആ പ്രായത്തിൽ പരിശുദ്ധാത്മാവ് അവർക്ക് പാപബോധം കൊടുക്കും. അതിന് തക്കതായ വാക്യം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലാണല്ലോ, 8-ാം വാക്യത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തുമെന്ന്, ലോകത്തിന് ബോധ്യം വരുത്തും. അപ്പോൾ ആ വാക്യം ഇന്ന് ഈ വിശ്വാസി സമൂഹം എന്ന് അവകാശപ്പെടുന്ന അവരാരും ആ വാക്യം അവരുടെ സ്വന്തം ലൈഫിൽ അംഗീകരിക്കുന്നില്ല. ആ വാക്യം അവരെടുക്കുന്നത് പബ്ലിക്കിന് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ജാതീയ സമൂഹങ്ങളിൽ നിന്ന്, അതായത് പുറമേ ഉള്ളവരെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് വരുന്നവർ, സിഖ് സമൂഹത്തിൽ നിന്ന്, പാർസി സമൂഹത്തിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന്, പിന്നെ നിരീശ്വരവാദിയിൽ നിന്നോ അങ്ങനെയൊക്കെ വരുന്ന ആളുകൾക്ക് ഈ വാക്യം ബാധകമാണ്. അവർക്ക് പരിശുദ്ധാത്മാവ് പാപബോധം കൊടുക്കും, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം കൊടുക്കും. അങ്ങനെ ഒരു വാക്യമുണ്ട് സഹോദരങ്ങളെ, യോഹന്നാൻ 16-ലുണ്ട്. പക്ഷെ ആ വാക്യം ഈ പറഞ്ഞവർക്ക് ആർക്കും ബാധകമല്ല. കാരണം പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് അവരുടെ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ബോധ്യം കൊടുക്കുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് ബോധം വരില്ല. പാപത്തെക്കുറിച്ച് എന്ത് ബോധം കൊടുക്കാനാണ്, നീതിയെക്കുറിച്ച് എന്ത് ബോധം കൊടുക്കാനാണ്, ന്യായവിധിയെക്കുറിച്ച് കുഞ്ഞിനൊന്നും അറിയില്ല. എന്നാ പറഞ്ഞാലും കുഞ്ഞ് കൈകാലിട്ടടിക്കും, അത്രേ ഉള്ളൂ. ചിരിച്ചാലും പറഞ്ഞാലും എന്നാണേലും കയ്യും കാലോട്ട് ഇങ്ങനെ ഇട്ട് പറപ്പിച്ചുകൊണ്ടിരിക്കും, അത്ര തന്നെ. അതല്ലാതെ അതുങ്ങൾക്കൊന്നും അറിയില്ല. അതേസമയം ഈ വാക്യം ഇനി ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അത് വളർന്നു വരുമല്ലോ, ഏതെങ്കിലും ഘട്ടത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? കാരണം ഇത് കുഞ്ഞ് വിശുദ്ധനായിട്ട് രംഗത്ത് വന്നതാണല്ലോ. മാമോദീസയെ കൊടുത്തു കഴിഞ്ഞു, പാപമൊക്കെ മോചിച്ചു കഴിഞ്ഞു, സാത്താൻ ഉപേക്ഷിച്ച് മിശിഹായെ സ്വീകരിച്ചു കഴിഞ്ഞു. അതും കഴിഞ്ഞിട്ട് നിരന്തരം കുർബാന കൊടുത്തുകൊണ്ടിരിക്കുക. നിരന്തരം കുർബാന കൊടുത്ത് വളർത്തി കൊണ്ടുവരുന്ന ഈ കുഞ്ഞ്, അങ്ങനെയല്ലോ അതിൻ്റെ ഘട്ടം നോക്കിയാൽ നിങ്ങൾ, 1 വയസ്സ്, 2 വയസ്സ്, 2.5 വയസ്സ്, 3, 3.5, 4, 4.25 ഇങ്ങനെ കുഞ്ഞ് വളർന്നു വരിക. അങ്ങനെ 10 വയസ്സായി. അപ്പോൾ കുഞ്ഞ് ഒരു ഓർത്തഡോക്സിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, മുറുകെ പിടിച്ചിരിക്കുക. കുർബാന നിരന്തരം അകത്തേക്ക് ചെല്ലുക, പിന്നെ കുർബാന നിരന്തരം അകത്തേക്ക് ചെല്ലുകയാണ്. പിന്നെ എപ്പോഴും ആശീർവാദം, അച്ഛന്മാരും മെത്രാച്ചന്മാരും ഒക്കെ കൊടുക്കുന്ന ആശീർവാദവും സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളർന്ന് വന്ന് 10ആയി, 11ആയി, 12ആയി, 13ആയി, 14ആയി. അയ്യോ, 14, 15, 16, 17. ഈ അടുത്തിടയ്ക്ക് ശ്രദ്ധിക്കണം, ഈ അടുത്തിടയ്ക്ക് ഈ വയനാടെന്ന് പറയുന്ന സ്ഥലത്ത് പൂക്കോട്ടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ഒരു വെറ്റിനറി കോളേജുണ്ട് സർക്കാരിൻ്റെ. അവിടെ ഒരു തിരുവനന്തപുരംകാരൻ പയ്യൻ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നവൻ പഠിക്കാൻ വന്നു. അവനെ ഒരു 5-8 പേര് കൂടിയിട്ട് കശാപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ പ്രധാനപ്പെട്ട ലീഡർ ഒരു കൊല്ലംകാരൻ സിഞ്ചോ എന്ന് പറയുന്ന ഒരു കുഞ്ഞാടാ. ആ കുഞ്ഞാട് മാമോദീസ ഏറ്റതാണ്. 1, 2, 3, 4 എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോ വയസ്സിലും, ഓരോ വയസ്സെന്ന് വെച്ചാൽ വർഷത്തിലൊരിക്കലല്ലോ. അമ്മ എപ്പോഴെല്ലാം പള്ളിയിൽ പോയിട്ടുണ്ട്, ആ പോയ സമയത്തൊക്കെ ഇവൻ കുർബാന ഇങ്ങനെ മേടിച്ച് ഇറക്കി വിട്ടുകൊണ്ടിരുന്നതാണ്. തുടക്കത്തിലൊന്നും മനസ്സിലായില്ലെങ്കിൽ 2-3 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആൾക്ക് പിടികിട്ടിയല്ലോ, കുർബാന നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുക. പെന്തിക്കോസുകാരൻ ചെറുക്കനായിരുന്നേ പോക്ക, കാരണം അവൻ അകത്ത് ബലമൊന്നുമില്ലല്ലോ, നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. അതേസമയം ഇവിടെ ഇത് അകത്ത് ബലം വരാൻ പാകത്തിന്, ആത്മാവ് വളരാൻ പാകത്തിന് ഇത് കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ അവൻ ഈ ലോകത്ത് ഹിറ്റ്ലർ പോലും ചെയ്യാത്ത അതിനീചമായ നിലയിലാണ് ആ ചെറുക്കനെ ശരിയാക്കിയത്. ഹിറ്റ്ലർ പോലും കാണിക്കാൻ മടിച്ച കൂട്ടത്തിലാണ് ഈ ഓർത്തഡോക്സുകാരൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ആളുകൾ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിലനിൽക്കില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞത്. നിങ്ങൾ ഈ കുർബാന ഇങ്ങനെ കൊടുത്തു കൊണ്ടുവരുന്ന ആ ഒരു രീതിയാണല്ലോ പറഞ്ഞത്. ബൈബിൾ പറയുന്ന രീതി അനുസരിച്ചാണ് അവർ വിശുദ്ധിയിലും നിർമ്മലതയിലും നിഷ്കളങ്കതയിലും ഒക്കെയാണ് വളർന്നു വരേണ്ടത്. കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ആഴ്ച നമ്മളിവിടെ വീണ്ടുജനനത്തെക്കുറിച്ചൊരു മെസ്സേജ് പറഞ്ഞു.
ആ മെസ്സേജിൻ്റെ പ്രസക്ത ഭാഗം നമ്മൾ ഫേസ്ബുക്കിൽ ഈ 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തു. 2 ദിവസം മുമ്പ് അത് പല ചാനലുകളിലും നമ്മുടെ സഹോദരന്മാർ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു. അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കട്ടെ എന്നോർത്ത് അതിൻ്റെ അഡ്മിന്മാർ അത് സ്വീകരിച്ച് അവിടെ അവരത് പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ ചില കാത്തലിക് ഓർത്തഡോക്സ് ആളുകളുടെ ഗ്രൂപ്പുകളിലൊക്കെ കൊണ്ടുപോയിട്ടു. അതിൻ്റെ അടിയിൽ വന്ന കമൻസിൽ എനിക്ക് തന്നിരിക്കുന്ന പാരിതോഷികങ്ങൾ കാണേണ്ടതാണ് നിങ്ങൾ. അതെല്ലാം അവിടെ കിടക്കുന്നുണ്ട്. അവരുടെ ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ സൈറ്റിലേക്ക് വരുന്നെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാം. നമുക്കെല്ലാവരും കൊട്ടയിട്ട് മൂടിയിടാം. കൊട്ടയിട്ട് ഓർത്തഡോക്സ് കമൻറ്റുകളാകുമ്പോൾ കൊട്ടയിട്ട് മൂടാം. കാത്തലിക്സ് ആകുമ്പോൾ ചെറിയ കൊട്ടയിട്ട് മൂടാം. അവരത്രയും ഒരു മയമുണ്ട്. ഓർത്തഡോക്സ് യാക്കോബായ ഓർത്തഡോക്സ് അങ്ങനെ പറയാം. യാക്കോബായ ഓർത്തഡോക്സ് സൈഡിൽ നിന്ന് വരുന്നവന്മാരുടെ വലിയ വല്ലം കൊട്ടയുണ്ടല്ലോ, വലിയ വല്ലം, അതിട്ട് മൂടണം കമൻസൊക്കെ. കാരണം കണ്ടമാനം ഉണ്ടത്. അതിങ്ങനെ മുഴച്ച് നിൽക്കുകയാണ് ആ കമൻറ്റ്. അപ്പോൾ ഈ പ്രസംഗനായ എന്നെ, ഇത് മാമോദീസയുടെ കാര്യം പോലും അല്ല, വീണ്ടും ജനനത്തിൻ്റെ മെസ്സേജിലാണ്. മാമോദീസയിലൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഈ വീണ്ടും ജനനം എന്ന് പറഞ്ഞതിനകത്ത് വെള്ളത്താലും ആത്മാവിനാലും എന്നുള്ളതിന് പരിശുദ്ധാത്മാവിനാൽ ഒരുത്തൻ വീണ്ടും ജനിക്കുന്നത് വചനമാകുന്ന വിത്തൊരുവൻ്റെ ഉള്ളിൽ വന്നാന്ന് പറഞ്ഞതിനാണ് ഈ കാണായ കാര്യങ്ങൾ തന്നത്. അവരെല്ലാം മാമോദീസ ഏറ്റവരാ. അവരെല്ലാം നിരന്തരം കുർബാന കൈക്കൊണ്ടവരാണ്. പൊള്ളത്തരങ്ങളായി പറയുന്നത് ഞാൻ. ഇവരുടെ എല്ലാം പൊള്ളത്തരങ്ങളായി തുറന്നു കാണിക്കുന്നത്. ഈ ജനം വഞ്ചിക്കപ്പെടുകയാണ്. സാത്താനാൽ വഞ്ചിക്കപ്പെടുന്ന ജനം. അവരറിയുന്നില്ല. ഏതൊരുവൻ്റെയും ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ നടക്കണം. കർത്താവുമായിട്ടൊരു എൻകൗണ്ടറുണ്ട്. ക്രൂശുമായൊരു എൻകൗണ്ടറുണ്ട്. ഒരു ദിനമുണ്ട്. വീണ്ടും ജനിക്കുന്ന ഒരു ദിനമുണ്ട്. അവിടെ മുതലാണ് ഒന്നേന്ന് തുടങ്ങുന്നത്. അവിടെ മുതലാണ് ഒരു ആത്മീയ വളർച്ച കൗണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ അദ്ദേഹം പറഞ്ഞു വന്ന ആ കാര്യങ്ങളുടെ എല്ലാം ഒരു പൊള്ളത്തരമാണ് പറയുന്നത്. തിരുമേശയോടുള്ള ബന്ധത്തിൽ, ഇനി അവരുടെ ഭാഷയിൽ പറഞ്ഞ കുർബാന, അതിനോടുള്ള ബന്ധത്തിൽ അവർ പറയുന്ന രീതി അനുസരിച്ചാണെങ്കിൽ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലെ വാക്യം അതൊന്നും എവിടെയും കൊണ്ടുപോയി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് ഞാൻ പറഞ്ഞു യോഹന്നാൻ 16-ലെ കാര്യം, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് എവിടെ വെച്ചാ ബോധ്യം വരുന്നത്? ആ ബോധം വന്ന ദൈവസന്നിധി വന്നവനല്ലേ മാമോദീസ ഏൽക്കാൻ കഴിയുന്നത്. അങ്ങനെയല്ലേ? അടുത്തൊരു കാര്യത്തോടെ അത് വ്യാപകമായി നമ്മളോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി 10, 15, 12 ഒക്കെ വയസ്സാകുമ്പോഴാണ് അവർക്ക് മാമോദീസ കൊടുക്കുന്നത്. ഇതിനിടയിൽ ഈ കുഞ്ഞുങ്ങൾ മരിച്ചാലത്തെ അവസ്ഥയത്തെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അതൊരു ശരാശരി മതവിശ്വാസികൾ എന്നുള്ള നിലയിൽ അവർ ചോദിച്ചതാണ്. അവരുടെ മതവിശ്വാസം അനുസരിച്ച്, അവർ ചിന്തിക്കുന്ന രീതി അനുസരിച്ച് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ 10, 12 വയസ്സ് വരെയൊക്കെ മുന്നോട്ട് വിട്ട് കഴിഞ്ഞാൽ അവർ മരിച്ചു കഴിഞ്ഞാൽ എന്താകുമെന്നുള്ളൊരു അവരുടെ ഉള്ളിലൊരു ഉൾക്കിടിലമാണത്. എൻ്റെ ദൈവമേ, അങ്ങനെയെങ്ങാനും കുഞ്ഞുങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ നരകത്തിലെങ്ങാനും പോവോ എന്നുള്ള ചിന്തയിലാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. അതിന് പലവട്ടം നമ്മൾ മറുപടി പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞേക്കാം. മറുപടി ഇത്രയേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങൾ മരിച്ചാലും അവർ ദൈവസന്നിധിയിൽ വിശ്രമിക്കും. അതാണ് ഞങ്ങളുടെ ഉറപ്പും ബോധ്യവും. വചനം തരുന്ന ബലമാണത്. വചനം തരുന്ന ഉറപ്പാണത്. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. പാപബോധം വരാത്ത, അതായത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരാത്ത ഏതൊരു കുഞ്ഞും അവൻ നിഷ്കളങ്കനാണ്. ആ നിഷ്കളങ്കതയിൽ അവർ മുന്നോട്ട് പോകുന്നു. അവരുടെ മരണത്താലും അവർ മരണത്തിലേക്ക് കടന്നു പോയാൽ പോലും അവർ ദൈവസന്നിധിയിൽ വിശ്രമിക്കും. അവർക്ക് കിരീടങ്ങളും പ്രതിഫലങ്ങളൊക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. അവർ ദൈവസന്നിധിയിൽ കടന്നു വരും. അതേസമയം നമുക്കവിടെ മറ്റൊരു ചോദ്യം കൂടെയുണ്ട്. പലവട്ടം ഞാൻ ചോദിച്ചിട്ടും ആരും കേൾക്കുന്നില്ല. ആരും എനിക്കതിനൊരു മറുപടി ഇന്ന് വരെ തന്നിട്ടില്ല. ഒന്നുകൂടെ ചോദിച്ചേക്കാം, എങ്ങാനും കേട്ടാലോ. നിങ്ങൾ സാധാരണ മാമോദീസ കൊടുക്കുന്ന എപ്പോഴാണ്? 56-ാമത്തെ ദിവസമല്ലേ? പിന്നെ 90, 56, 66 അങ്ങനെ ഏതാണ്ടൊക്കെ കണക്കിലല്ലേ? അതിൽ ഞാൻ 56 എടുക്കാം. ഈ 55-ാമത്തെ ദിവസം കുഞ്ഞ് മരിച്ചാൽ ആ കുഞ്ഞ് എവിടെ പോകുമെന്നാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ബോധ്യം എന്താണ് ആ കാര്യത്തിൽ? അതിന് സഹോദരങ്ങൾ മാന്യമായൊരു മറുപടി തന്നാൽ, മാന്യമായത് നമ്മൾ ആഗ്രഹിക്കുക, അങ്ങനെ ചോദിക്കുക, ഒരു മറുപടി തന്നാൽ നന്നായിരിക്കും. 55-ാമത്തെ ദിവസം അല്ലെ? പിറന്നു വീഴുന്ന അന്നേരം കുഞ്ഞുങ്ങൾ മരിക്കാറുണ്ടല്ലോ അല്ലേ? ജനനത്തിൽ എത്രയോ കുഞ്ഞുങ്ങൾ മരിക്കുന്നു. 10 ദിവസം, 20 ദിവസം, 30 ദിവസം, അങ്ങനെ പല സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കാലത്ത് കാത്തലിക് സൈഡിലുള്ളവർ ഈ കുഞ്ഞുങ്ങളെ അടക്കിയത് തെമ്മാടിക്കുഴിയിലാണ്. ഈ കുഞ്ഞുങ്ങൾ എന്താ തെമ്മാടികളാണോ? നിങ്ങളാണോ ഞങ്ങളോട് കഥ പറയാൻ വരുന്നത്? ലജ്ജയില്ലേ? ലജ്ജ. ഞങ്ങൾ ചരിത്രത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഒരു മാലാഖമാരെ പോലെയാണ് കണ്ടിട്ടുള്ളൂ. അവരെ തെമ്മാടികളായിട്ട് കണ്ടിട്ടില്ല.
ലോകത്ത് ഈ കുഞ്ഞുങ്ങളെ തെമ്മാടികളായിട്ട് കണ്ടിട്ടുള്ള ഒരേ ഒരു ക്രൈസ്തവ സമൂഹം കാത്തലിക്സാണ്. തെമ്മാടിക്കുഴിയിൽ അടക്കുന്നു. നിങ്ങൾക്ക് എന്നാ മാനസാന്തരം ഉണ്ടായതും പുരോഗതി ഉണ്ടായതും? 10-20 വർഷമല്ലേ ആയിട്ടുള്ളൂ. അത്രേ ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. 8-10 വർഷമല്ലേ ആയുള്ളൂ നിങ്ങൾ ആ പ്രക്രിയയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട്, അല്ലേ? ഈ 2000-ന് മുൻപ് വരെ നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? അതായത് 21-ാം നൂറ്റാണ്ട് പിറക്കുന്നതിന് മുമ്പ് വരെ നിങ്ങൾ അങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളെ കൗണ്ട് ചെയ്തിരുന്ന് പരിഗണിച്ചിരുന്നത്. എന്നിട്ട് പറയാണ് പെന്തിക്കോസുകാർ കുഞ്ഞുങ്ങൾക്ക് കർത്തൃമേശ കൊടുക്കുന്നില്ലെന്ന്, അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അവർ സഭയുടെ ഭാഗമല്ലേ, അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലോ? ഈ 1 മാസം പ്രായമായ കുഞ്ഞിനെ കൊണ്ടുപോയി തെമ്മാടിക്കുഴിയിലിട്ടത് എന്തും മര്യാദയില്ല. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനം എന്നല്ലേ ബൈബിൾ പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് തെമ്മാടിയാകുന്നത്? ആ കുഞ്ഞിൽ പാപമുണ്ട്. അവൻ പാപത്തിൽ വളരുകയാണ്. അവൻ പാപത്തിൽ വളരുന്നു, പാപത്തിൽ ജീവിക്കുന്നു. ആ സമയത്ത് അവനൊരു ഈ പറഞ്ഞ പോലെ ഈ തെമ്മാടികളുടെ ലോകത്തേക്കൊക്കെ പോകാം. അങ്ങനെ സംഭവിക്കാം. അതല്ലാതെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരിൽ അങ്ങനത്തേതായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കുഞ്ഞുങ്ങളിൽ പാപമുണ്ട്, വചനം തരുന്ന വെളിച്ചമാണത്. ഏതൊരു കുഞ്ഞിലും പാപമുണ്ടെന്നുള്ളതാണ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞിലും. പക്ഷേ ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ്. അവർ മരിച്ചാലും ഈ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ വിശ്രമിക്കും. അവർ പുതിയ ഭൂമിയിൽ വരും, അത്ര തന്നെ. അവർ ദൈവസഭയുടെ ഭാഗമാകുന്ന, അതിൻ്റെ പണിയുടെ ഭാഗമാകുന്നൊന്നും ഇല്ലെന്നേ ഉള്ളൂ. അവർക്ക് പുതിയ ഭൂമിയിലെത്താൻ സാധിക്കും, അത്ര തന്നെ. അവർ തീപ്പൊയ്കയിലേക്ക് പോകുന്ന സാഹചര്യമില്ല. കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി കഴിഞ്ഞ് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത പക്ഷം, അത് ഏത് വീട്ടിൽ ജനിച്ചാലും, ഓർത്തഡോക്സുകാരൻ്റെ മോനാണെങ്കിലും കൊള്ളാം, പെന്തിക്കോസുകാരൻ്റെ ആണെങ്കിലും, പെന്തിക്കോസ് പാസ്റ്ററുടെ മോനാണെങ്കിലും, ആരുടെ മോനാണെങ്കിലും കൊള്ളാം, ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്ന് വിശ്വാസ സ്നാനത്താൽ ക്രിസ്തുവിനോട് ചേർന്ന് തൻ്റെ സഭയുടെ ഭാഗമായി അങ്ങനെ മുൻപോട്ട് പോകാൻ ഉത്സാഹിക്കാത്തവരെല്ലാം കൈവിടപ്പെട്ടു പോകും. അവരെല്ലാം ചെന്നെത്തുന്നത് നിത്യനാശത്തിലേക്കായിരിക്കും. അത് തീർത്ത് പറയാം. ഇനി അതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒഴിവാക്കി നിർത്തുന്നു എന്ന് പറയുന്ന ആ ആശയം തികച്ചും തെറ്റാണ്. കുഞ്ഞുങ്ങളെ പെന്തക്കോസ് സമൂഹം എല്ലാ നിലയിലും പരിഗണിക്കുന്നുണ്ട്. എല്ലാ നിലയിലും കുഞ്ഞുങ്ങളെ ദൈവസഭയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയെല്ലാം ഈ സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും നടുവിലാണ്, അല്ലേ? അവിടെ നിരന്തരമായി ഉയരുന്ന സ്തുതി സ്തോത്ര യാഗങ്ങളുടെ നടുവിലായി കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അവരുടെ കാതുകളത് കേൾക്കുകയാണ്. അവരുടെ അകത്തേക്ക് ആ ശബ്ദങ്ങൾ പോവുകയാണ്. അവർ കണ്ടും കേട്ടും വളരുകയാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, കുർബാന കൊടുക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കണം. അവൻ നിരന്തരമായിട്ട് ക്രിസ്തു നടന്ന വഴിയും അപ്പോസ്തലന്മാർ നടന്ന വഴിയൊക്കെയാണ് ദൈവസഭയിൽ പ്രസംഗിക്കേണ്ടത്. ഇപ്പം അങ്ങനെയാണോന്നൊന്നും ചോദിക്കരുത്. അങ്ങനെ ഈ വഴികളൊക്കെ മനസ്സിലായി വരുമ്പോൾ രക്ഷയ്ക്കുള്ള ഏക വഴി യേശുക്രിസ്തു എന്ന ഏക വഴി, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നുള്ള വഴി, അതെല്ലാം വെളിപ്പെട്ട് വരുമ്പോൾ ഇവർ കേൾക്കുകയല്ലേ, കാലങ്ങളായി കേൾക്കുകയല്ലേ. 5 വയസ്സ്, 8 വയസ്സ്, 9 വയസ്സ്, 12 വയസ്സ്, 14 വയസ്സ്, 15 വയസ്സ്, ഇതിനിടയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയല്ല, മാസത്തിൽ 1-2 അല്ലെ 2 മാസത്തിനിടയ്ക്കിലൊക്കെ അവിടെ കർത്തൃമേശയുണ്ട്. ആ കർത്തൃമേശയുടെ സമയത്ത് അവിടെ പാടുന്ന ഗീതങ്ങളൊക്കെ അവരെ സ്പർശിക്കും. പിന്നെ ക്രൂശിന്മേൽ എന്നുള്ള പാട്ടൊക്കെ, അതൊക്കെ അങ്ങനെ പാടി, അതുപോലെ തന്നെ അപ്പം ഒന്നെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തെന്ന് പറയുന്നു. സർവപാപ കറകൾ തീർക്കാൻ കുഞ്ഞാടായ ക്രിസ്തു അറുക്കപ്പെട്ടു, അവൻ്റെ രക്തമൂലം വിമോചനം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരികയാണ്. അങ്ങനെ ഈ തിരുമേശയുടെ സമയത്ത് പാടുന്നതും പറയുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ കുഞ്ഞുങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ശുശ്രൂഷകൻ പറയുകയാണ്, ഇതെല്ലാം എടുത്തു വെച്ചിട്ട് അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനെ തകർത്ത് കളഞ്ഞു, അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. 10 വയസ്സായ കൊച്ചിൻ്റെ ചെവിക്കകത്തേക്ക് എന്താ കയറില്ലേ? അത് കയറും, മനസ്സിലാകില്ലെന്നല്ലേ ഉള്ളൂ, സാരമില്ലെന്നേ. ആ ശബ്ദം അവിടെ മുഴങ്ങുകയാണ്, കേൾക്കട്ടെ, ശബ്ദം അവിടെ മുഴങ്ങുകയാണ്. ക്രൂശ് വെളിപ്പെടുകയാണ്. ക്രൂശിൻ്റെ മാഹാത്മ്യം കുഞ്ഞുങ്ങൾ അവരുടെ വളർച്ചയിൽ ഇതെല്ലാ മാസവും കേൾക്കുകയല്ലേ. എല്ലാ മാസവും എല്ലാ സമയവും അവർ കേട്ടുകൊണ്ടിരിക്കുക. കേട്ടാണ് ഈ 10, 11, 12, 14 വയസ്സിലേക്കൊക്കെ വരുന്നത്. അതിനിടയ്ക്ക് എത്രയോ സ്നാനങ്ങൾ അവിടെ നടക്കുന്നു. ആ സ്നാന സമയത്ത് രക്ഷയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ വരുന്നു. അതും ഇവർ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. വേറെ സീനിയേഴ്സായ ആളുകൾ, ഔട്ട്സൈഡിൽ നിന്ന് വരുന്നവർ, അവരുടെയൊക്കെ സ്നാനത്തിന് ഈ ക്ലാസ്സുകൾ എടുക്കും. ആ സമയത്തെല്ലാം ക്രൂശല്ലേ വെളിപ്പെടുന്നത്. യാഗപീഠം വെളിപ്പെടുകയാണ്. പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ കൈവിട്ട നിമിഷങ്ങൾ, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി.
പെന്തിക്കോസുകാരുടെ പിള്ളേരത് കേൾക്കുകയെന്നേ. അവരുടെ ഹൃദയം ഉഴുതുമറിക്കപ്പെടുകയാണ്. അവരുടെ ഹൃദയം ഒരളവിൽ, അതാ വളർച്ചാ ഘട്ടത്തിൽ അവരാ ഗൗരവത്തിലേക്ക് വരുമ്പോൾ, മുതിർന്നു വരുമ്പോൾ, അല്ലേ, 5 വയസ്സ് 8 വയസ്സിൽ അത്ര ഗൗരവമില്ല. 10 വയസ്സ് 11 വയസ്സാകുമ്പോൾ കുറച്ചുകൂടെ വരിക, 12 13 14 ഒക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ഗൗരവത്തിലേക്ക് വരിക. അങ്ങനെ അവർ മുൻപോട്ടുള്ള പ്രയാണത്തിൽ ഇതൊക്കെ കേട്ട് വേറൊന്നും അല്ലല്ലോ അവർ കേൾക്കുന്നത്. ഇവിടെ വിസ കിട്ടുന്ന കാര്യമൊന്നും അല്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും പെന്തിക്കോസ്റ്റ് ചർച്ചിൽ പ്രസംഗിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ഉണ്ടാവുമായിരിക്കും അല്ലേ? അത് ബോധത്വമായി പോകും അങ്ങനെ പറഞ്ഞാൽ. അപ്പോൾ ഈ ഭൗതികമായ കാര്യങ്ങൾ, വിടുതലുകൾ, നേരമ്പോക്കുകൾ, അതൊന്നും അല്ലല്ലോ ഇവർ കേൾക്കുന്നത്. ഇവർ ശരിക്കും കേൾക്കുന്നത് എന്താ? നിരന്തരമായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവസഭയുടെ പണിയെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എഫേസ് ലേഖനത്തിൻ്റെ ക്ലാസ്സുകൾ, കൊലോസ്യ ലേഖനത്തിൻ്റെ ക്ലാസ്സുകൾ, പിന്നെ ഫിലിപ്പി ലേഖനത്തിൻ്റെ ക്ലാസ്സുകൾ. സന്തോഷിപ്പിനെന്ന് കാരാഗ്രഹത്തിൽ കിടന്നൊരു മനുഷ്യൻ പറയുന്നു എന്ന് അവരുടെ പാസ്റ്റർ പറയുക. അയ്യോ സന്തോഷിപ്പിൻ, പിന്നെയും സന്തോഷിപ്പിൻ എന്നുള്ള മെസ്സേജ് പറഞ്ഞയച്ചത് കാരാഗ്രഹത്തിൽ കിടന്നാന്ന്. 10-12 വയസ്സായ ചെറുക്കിനത് മനസ്സിലാവില്ലേ കേട്ടാ? ജയിലിൽ കിടന്നുകൊണ്ട് ഒരാൾക്ക് അങ്ങനെ സന്തോഷിക്കാൻ പറയാൻ പറ്റുമോ? ഇങ്ങനെ ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ ശുശ്രൂഷകരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഈ സന്തോഷത്തിലായിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം എന്താ? രക്ഷ അവരനുഭവിച്ചവരാണ്. അപ്പോൾ കുഞ്ഞുങ്ങളിന്ന് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളോട് നിശബ്ദമായി ശുശ്രൂഷകൻ പറയുന്നുണ്ട്, നിശബ്ദമായി, വാക്കും ഭാഷണവും ഇല്ലാതെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്കിതിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്നൊരു ദിവസം വരുന്നു. ആ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ പാപബോധത്താൽ പിടിക്കപ്പെട്ട് ക്രൂശിന് മുമ്പിൽ നിങ്ങളെ തന്നെ സറണ്ടർ ചെയ്യുന്നൊരു ദിവസമുണ്ട്. നിങ്ങൾ മുഴങ്കാൽ മടക്കുന്നൊരു ദിവസമുണ്ട്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എൻ്റെ പിതാവായ ആദമിൽ ഞാൻ ജനിക്കപ്പെട്ടു, പാപം എന്നിലുണ്ട്, ഈ പാപത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 7:14 എഴുതിയിരിക്കുന്നു. 7:14 എഴുതിയിരിക്കുന്നത് എന്താ? ദൈവമക്കൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളും വിശുദ്ധന്മാരാണ്, അങ്ങനെയല്ലേ? അതുകൊണ്ട് കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബക്കാരും അവരുടെ കുഞ്ഞുങ്ങൾക്ക്, വിശുദ്ധന്മാരായ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കാറില്ലേ? അതിൻ്റെ അർത്ഥം അതാണോ? വിശുദ്ധന്മാരുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധിയിൽ ജനിക്കപ്പെട്ട് വിശുദ്ധിയിൽ വളരുകയാണ്, അത്ര തന്നെ എന്ന് കരുതി കുഞ്ഞിൽ പാപമില്ലെന്നാണോ അർത്ഥം? ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മലർന്നു കിടന്ന് തുപ്പുക. നിങ്ങൾ ഈ വിശുദ്ധനായ കുഞ്ഞിനെ കൊണ്ടുപോയി മാമോദീസ മുക്കിക്കൊണ്ട് അവനെ കളിയാക്കുക. അന്നേരം അവന് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ എന്നാ പറയുന്നത്? സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ സ്വീകരിക്കുന്നെന്നാ. ഇവൻ്റെ കൂടെ എപ്പോഴാണ് സാത്താൻ വന്നത്? ഇവൻ വിശുദ്ധൻ്റെ കുഞ്ഞല്ലേ, ഇവൻ വിശ്വാസിയുടെ കുഞ്ഞല്ലേ, ഇവൻ വിശുദ്ധനാന്ന് കൊരിന്ത്യർ ലേഖനം പറയുമ്പോൾ ഇവൻ്റെ കൂടെ സാത്താൻ ഉണ്ടെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഇതിനൊക്കെ എങ്ങനെ മറുപടി തരും എനിക്കറിയില്ല. ഇത് വിഷമിപ്പിക്കാനോ അറ്റാക്ക് ഉണ്ടാകാനൊന്നും വേണ്ടി പറയുന്നതല്ല, സുബോധം ഉണ്ടാകാൻ വേണ്ടി പറയുന്നതാണ്, തിരിച്ചറിവിന് വേണ്ടി പറയുന്നതാണ്. തിരിച്ചറിയുക, ഒരേ സമയം തന്നെ പറയുന്ന കാര്യങ്ങളെല്ലാം കോൺട്രഡീഷൻ ആകുക. നിങ്ങൾ തന്നെ പറയുന്നു കുഞ്ഞ് വിശുദ്ധനാന്ന്, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുകയാണ് സാത്താനെ ഉപേക്ഷിച്ചു, മെസ്സിയായെ സ്വീകരിക്കുന്നു എന്ന്. ഇതെല്ലാം കൂടി എങ്ങനെ കൂട്ടി വായിക്കാൻ പറ്റും? അതേസമയം നിങ്ങൾ ഞങ്ങളിലേക്ക് നോക്കൂ, എത്ര പവിത്രമായ നിലയിലാണ്, എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെ പറയുന്നത്. ഏതൊരു മനുഷ്യനും ഗ്രഹിക്കാൻ കഴിയുന്ന രീതിയിൽ. അതല്ലേ, വേർപെട്ട ദൈവജനത്തിൻ്റെ ഉപദേശങ്ങൾ പഠിക്കണം പ്രിയരെ. നിങ്ങളിങ്ങനെ പാരമ്പര്യങ്ങളും പൂർവിക പിതാക്കന്മാരെന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊണ്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല, അതിലൊന്നും കാമ്പും കഴമ്പും ഇല്ല. ഇവിടെ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ഏതൊരു കുഞ്ഞും ജനിക്കുന്നത് പാപത്തിലാണ്, ഏതൊരു കുഞ്ഞും ജനിക്കുന്നത് പാപത്തിലാണ്. ആദാമിലൊരു ജനനമാണ് നടക്കുന്നത്, പുരുഷൻ്റെ ഇഷ്ടത്താലാണ് ജനനം നടക്കുന്നത്. നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? പുരുഷൻ്റെ ഇഷ്ടത്താലാണ് ഈ ജനനം നടന്നിരിക്കുന്നത്. അതേസമയം അവൻ ആത്മാവിൽ ജനിക്കുന്നത് ദൈവേഷ്ടത്താലാണ്. മനസ്സിലായില്ലേ? യോഹന്നാൻ 3:1 പഠിച്ചു നോക്ക്. ആത്മാവിൽ ജനിച്ചത് ദൈവേഷ്ടത്താലാണ്. അങ്ങനെ ആത്മാവിൽ ജനിച്ചവനാണ് ദൈവകുടുംബത്തിൽ അംഗമാകുന്നത്. അവനാണ് ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി തീരേണ്ടവൻ. അവൻ ശിശുവായിരുന്നാൽ അവകാശിയാകില്ല, വളരാൻ വേണ്ടിയാണ് പാല് കൊടുക്കുന്നത്. ലോകാവസാനം വരെ പാല് കൊടുക്കുകയല്ല, തുടക്കത്തിൽ പാല് കൊടുക്കും, പിന്നീട് കട്ടിയായ ആഹാരം കൊടുക്കും, ഗൗരവതരമായ ആഹാരം കൊടുക്കും, വലിയ ഗംഭീരമായ കാര്യങ്ങൾ, തീ പാറുന്ന വിഷയങ്ങളൊക്കെയാണ് പിന്നെ കൈകാര്യം ചെയ്യുന്നത്, അല്ലേ? ഗംഭീര വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. ഭേദാഭേദങ്ങളെ തിരിച്ചറിയുമാറ് എന്തൊരു കാര്യം കണ്ടാലും ആ സെക്കൻഡിൽ വിവേചിക്കാൻ പാകത്തിന് പ്രാപ്തരാകണം. ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ പാകത്തിന്. ഏതൊരു സ്വരം കേട്ടാലും അത് എവിടെ നിന്നുള്ള സ്വരമാണ്,
അത് പാതാളത്തിൽ നിന്നുള്ള സ്വരമാണോ അത് ഉയരത്തിലെ സ്വരമാണോ എന്ന് തിരിച്ചറിയുമാറ് ആത്മാവിൽ വളർച്ച പ്രാപിക്കണം, പക്വത പ്രാപിക്കണം. അതിന് വചനമാണ് അകത്തേക്ക് പോകേണ്ടത്, ആത്മാവിലാണ് സ്പർശിക്കപ്പെടേണ്ടത്, ആത്മാവിലാണ് വളരേണ്ടത്. അതാണ് അതിൻ്റെ കണ്ടീഷൻ, അതാണ് അതിൻ്റെ രീതികൾ എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഒരിക്കലും ഞങ്ങൾ ഒഴിവാക്കുന്നില്ല, മാറ്റി നിർത്തുന്നില്ല. ഞങ്ങളുടെ കയ്യിലേക്ക് തന്നിരിക്കുന്ന ഏതൊരു കുഞ്ഞും അതിൻ്റെ വളർച്ചാഘട്ടത്തിൽ, അതിൻ്റെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ അവരുടെ ഉള്ളിൽ ഒരു വാഞ്ചയുണ്ട്, ഉള്ളിൽ ഒരു ഹൃദയത്തകർച്ചയുണ്ട്. എന്താ? ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ രക്ഷിതാവിനെ കണ്ടെത്തണം. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവർ ആഗ്രഹിക്കുന്നത് എന്താ? ഈ കുഞ്ഞുങ്ങൾ ആത്മീയമായി വളരണം, ക്രൈസ്റ്റ് സെൻറ്റേർഡായ ഒരു ലൈഫ് നയിക്കണം, പരിശുദ്ധാത്മ നിയന്ത്രിതമായ ഒരു ലൈഫിലായിരിക്കണം. ആ ഒരു ആഗ്രഹത്തിലാണ് ഈ വളർത്തിക്കൊണ്ട് വരുന്നത്. അതിന് നിരന്തരം ദൈവവചനം അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്ന സമയത്തൊക്കെ ബൈബിൾ വാക്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, വചനം അവരുടെ ഉള്ളിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അകത്തേക്ക് പമ്പ് ചെയ്യുകയല്ലേ അകത്തേക്ക്. അങ്ങനെ അവരുടെ ഉള്ളിൽ വചനം പാക്ക് ചെയ്യുകയാണ്, വചനത്താൽ പാക്ക് ചെയ്യപ്പെട്ടൊരവസ്ഥ. അങ്ങനെയാണ് വളർന്നു വരുന്നത്. പിന്നെ അവരിതൊക്കെ തട്ടിത്തെറിപ്പിച്ച് കുതിറിമാറി ഓടുന്നൊരു സമയമുണ്ട്, ഒരു 10-15 വയസ്സൊക്കെ കഴിയുമ്പോൾ. അവിടെയാണ് ആ പാപത്തിൻ്റെ ശക്തി പ്രബലപ്പെടുന്നൊരു സമയമാണ്. ഒരു 15 അങ്ങ് കഴിയുമ്പോൾ മുതലങ്ങ് തുടങ്ങും, ഒരു 25 വരെ. ഈ 25 വരെ ഭയങ്കരമായി സ്വാധീനിക്കപ്പെടും, സാത്താനാൽ സ്വാധീനിക്കപ്പെടും. പക്ഷേ പല കുഞ്ഞുങ്ങളും അതിൽ ജയം പ്രാപിക്കുന്നവരുണ്ട്, വലിയ പങ്കും ജയമൊന്നും പ്രാപിക്കുന്നില്ല. പിന്നെ ഒരു 25 കഴിഞ്ഞിട്ടാണ് ഒരു മാനസാന്തരം, ഒരു മര്യാദയിലേക്കൊക്കെ വരുന്നത്. അതുവരെ ഒരു ഭ്രാന്തമായ നിലയിലാണ് പല പിള്ളേരും പോകുന്നത്. കാരണം എന്താ? വചനത്തിലും ആത്മാവിലും അല്ല വളരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഞാനൊരു ജനറൽ മെത്തേഡാണ് പറയുന്നത്. വചനത്തിലും ആത്മാവിലും വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അവർ ആ ദൈവകൃപയിൽ തന്നെ ആയിരിക്കും. അവരുടെ ഹൃദയം നുറുങ്ങിയ ഹൃദയമായിരിക്കും. കാരണം എന്താ? അവർ നിരന്തരം ഇത് കാണുകയും കേൾക്കുകയും ചെയ്യല്ലേ, ഹൃദയ നുറുക്കത്തിൻ്റെതായ കാര്യങ്ങൾ. അവരുടെ ശുശ്രൂഷകൻ അപ്പം എടുത്ത് നുറുക്കുമ്പോൾ തന്നെ ഇവിടെ ഹൃദയം നുറുങ്ങിപ്പോവും. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ തന്നെത്താൻ 2 കരങ്ങളും വിരിച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ, ആ കരത്തിലേക്ക് ആണി അടിച്ച് കയറ്റി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കണ്ണുകളൊന്നും നനയും സഹോദരങ്ങളെ. മനുഷ്യനാണേ നനയും, മനുഷ്യനല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ, പാസ്റ്റർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക, അവൻ വരച്ചോണ്ടിരിക്കുക. അവനിതെല്ലാം കേൾക്കുന്നുണ്ടോ? അവനിതങ്ങനെ കേൾക്കുന്നേ? അവിടെ പാട്ട് പാടുന്നൊരു സമയമുണ്ട് തിരുമേശയുടെ മുമ്പിൽ. വാഴ്ത്തിടുന്നു 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 ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. അതങ്ങ് പാടുമ്പോഴത്തേക്ക് ഒരാത്മാവിൽ നിറയുക. കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ, കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ, തൃപ്പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ, തൃപ്പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ. എന്തൊരു ഭയങ്കര നിമിഷങ്ങളായിരിക്കും അത്. അയ്യോ, കുഞ്ഞുങ്ങൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിൻ്റെ അണ്ണാക്കിലേക്ക് എന്തോ വെച്ചു കൊടുത്തിട്ട് അകത്ത് വളരാൻ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മായാലോകത്താണ് നിങ്ങൾ? പ്രാക്ടിക്കൽ സൈഡിൽ അത് കാണിച്ചു തരാൻ കഴിയുമോ നിങ്ങൾക്ക്? പ്രായോഗിക തലത്തിൽ ഇങ്ങനെ വളർന്നു വരുന്ന പിള്ളേർ 15-16 വയസ്സായി കഴിയുമ്പോൾ എന്തോരം സെൻട്രൽ ജയിലിൽ കിടക്കുന്നത്? അതൊക്കെ ഈ കുർബാന കൊണ്ടവരൊക്കെ അല്ലേ പലതും സെൻട്രൽ ജയിലിൽ കിടക്കുന്നേ അല്ലേ? ഈ ഗുണ്ടാ സംഘങ്ങളിലൊക്കെ തൃശ്ശൂർ, പിന്നെ എവിടെയാ എറണാകുളം, ഈ ഭാഗങ്ങളിലൊക്കെ പല പല ഗുണ്ടാ സംഘങ്ങളുണ്ട്. അതെല്ലാം മാമോദീസയേറ്റതും പിന്നെ എന്താ അതെല്ലാം ഈ കുർബാനയൊക്കെ കൊണ്ടവരൊക്കെ തന്നെയാണ്. എല്ലാം അങ്ങനെ പോയാൽ എങ്ങനെയാ? മായാലോകത്താണ് നിങ്ങൾ, മായാലോകത്താണ്. കുർബാന കൊണ്ടൊന്നും ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒരു വ്യക്തി ആത്മാവിൽ വളരുവാനും ജീവിക്കുവാനും കഴിയണമെങ്കിൽ അവന് വചനം കൊടുക്കണം. കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അവന് വചനം കൊടുക്കണം. ഏതെങ്കിലും മരിച്ചുപോയ പ്രസിദ്ധനായ സ്വയം പ്രഖ്യാപിത വിശുദ്ധൻ്റെ ശവക്കല്ലറയിൽ കൊണ്ടുപോയി കുഞ്ഞിനെ ഇങ്ങനെയൊന്നും മുട്ടിച്ചാലൊന്നും ആത്മാവിൽ വളരില്ല. അവൻ നാളെ ഗുണ്ടയായിട്ട് മാറാം. അവൻ പൂക്കോട്ടൂർ ഏതെങ്കിലും സിദ്ധാർത്ഥനെ കശാപ്പ് ചെയ്യും. അവനെ ഏതെങ്കിലും കോതമംഗലത്ത് കൊണ്ടുപോയി അടിമ വെച്ചാലോ മഞ്ഞണിക്കര കൊണ്ടുപോയി അടിമ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവൻ വളർന്നു വരുമ്പോൾ അവൻ ഇങ്ങനെയായി മാറും. അതിനൊന്നും ഇട വരാതിരിക്കണമെങ്കിൽ ഇതാണ് യഥാർത്ഥ പാത.
സത്യമാർഗമാണ് ഞങ്ങൾ തുറക്കുന്നത്. യേശുക്രിസ്തുവിലൂടെയുള്ള വീണ്ടും ജനനം, സുവിശേഷം കൈക്കൊള്ളണം. സുവിശേഷത്തിലൂടെ അല്ലാതെ ഒരു വഴിയില്ല ദൈവരാജ്യത്തിലേക്ക്. മാമോദീസായിലൊന്നും ഒരാളും ദൈവരാജ്യത്തിൽ വരില്ല. വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ഇനി ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ച കാര്യത്തിൽ ഒത്തിരി പേർക്ക് സംശയം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കുറേ ആളുകളുടെ കമൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന അങ്ങനെയാണ്. സ്നാനപ്പെടാതെ ആരും സ്വർഗത്തിൽ പോകില്ല എന്നൊക്കെ ചോദിച്ചാൽ വരുന്നത്. സ്വർഗത്തിൽ പോകുന്ന കാര്യമൊന്നും ഇവിടെ പറഞ്ഞില്ല. വീണ്ടും ജനനത്തിൻ്റെ അനുബന്ധം എന്ന നിലയിൽ സ്നാനം പറഞ്ഞതേ ഉള്ളൂ 2-3 ആഴ്ച. വളരെ ഗൗരവമായി സംസാരിച്ചു. വീണ്ടും ജനനമാണ്. ഒരുവൻ സുവിശേഷം കേൾക്കുമ്പോൾ കേൾക്കുന്ന സുവിശേഷം കൈക്കൊള്ളുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവകാശവും അധികാരവും ലഭിക്കുകയാണ്. അപ്പോൾ ആ അധികാരത്തിൽ ഒരുവൻ ദൈവരാജ്യത്തിലേക്ക് വരികയാണ്. അതിൻ്റെ കാരണം ഏതാ? അതിൻ്റെ മുഖാന്തരം ഏതാ? സുവിശേഷമാണ്. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. സമാഗമന കൂടാരത്തിൻ്റെ ഒരു പഠനത്തിലായിരുന്നു നമ്മൾ. കൂടാരത്തിന് ഒരേ ഒരു വാതിൽ അല്ലേ? ദൈവത്തിൻ്റെ നിവാസമായ തിരുനിവാസത്തിന് ഒരേ ഒരു വാതിൽ. ആ വാതിൽ സുവിശേഷത്തെ കാണിക്കുന്നു, അഥവാ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. ആ വാതിൽ വഴിയല്ലാതെ ആർക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. സുവിശേഷം വഴിയല്ലാതെ ഒരു കുഞ്ഞിനും ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. മാമോദീസായിൽ ദൈവരാജ്യത്തിൽ വരുമെന്ന് ആരാ പഠിപ്പിച്ചത്? സ്നാനപ്പെട്ടല്ല സ്വർഗത്തിൽ പോകുന്നു. വീണ്ടും ജനിക്കണം, രക്ഷിക്കപ്പെടണം, അങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം, ദൈവകുടുംബത്തിൽ അംഗമാകണം, അങ്ങനെ ജീവപുസ്തകത്തിൽ പേര് വരണം, അങ്ങനെ അകത്തെ മനുഷ്യൻ വരണം. തുടർന്ന് അവൻ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കണം. ഇത് രണ്ട് വിഷയമായിട്ട് നിൽക്കും. അത് ചേർത്ത് വെച്ച് പറയും അല്ലേ? ഒരുവൻ എങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നത്? യാഗപീഠത്തിൻ്റെ കാഴ്ചയാണ്, ക്രൂശിൻ്റെ ദർശനമാണ് അവനെ മാറ്റിമറിച്ചത്, അവനെ ഉഴുതുമറിച്ചത്. അങ്ങനെ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ അവനെ അടിയറ പറയുകയാണ്, സറണ്ടർ ചെയ്യുകയാണ്, ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയാണ്. അടുത്ത പടിയാണ് അവൻ വിശ്വാസ സ്നാനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വിശ്വാസ സ്നാനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്? അതിന് നമ്മൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. രക്ഷിക്കപ്പെടുമ്പോൾ അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ് സാധിപ്പിച്ചത്. അവൻ്റെ ദേഹത്തിൻ്റെയും ദേഹിയുടെയും രക്ഷ പൂർത്തീകരിക്കണമെങ്കിൽ അവനൊരു സമർപ്പണത്തിലേക്ക് വരണം. സ്നാനം എന്ന് പറയുന്നൊരു സമർപ്പണം കൂടെയാണ്. അതൊരു ബലിയായി സമർപ്പിക്കപ്പെടുന്നൊരു ശുശ്രൂഷയാണ്. റോമർ 12:1-2. അങ്ങനെ ഒരു ബലി എന്ന നിലയിൽ അവനെ തന്നെ ഒരു സുഗ്രാഹ്യമായ യാഗമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ജീവനും വിശുദ്ധിയുമുള്ളൊരു യാഗമായി. അങ്ങനെ സമ്പൂർണ്ണമായി അവൻ സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ അവനെ സമ്പൂർണ്ണമായും കർത്താവ് രക്ഷിച്ചെടുക്കുകയാണ്. ഒരു സമർപ്പിതനാണ് അവൻ. അവനെയാണ് ക്രൈസ്തവൻ എന്ന് വിളിക്കുന്നത്. അല്ലാതെ ചുമ്മാ തെക്കും വടക്കും നടക്കുന്നവനെയല്ല ക്രൈസ്തവൻ എന്ന് വിളിക്കുന്നത്. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ കൽപ്പനപ്രകാരം ക്രിസ്തുവിനോട് ചേരുവാൻ ഒരു വൈമനസ്യവും കാണിക്കാതെ എടുത്ത് ചാടി വരികയാണ് അവൻ. അങ്ങനെ വരുന്ന ഒരാൾ ക്രിസ്തുവിനോട് കൂടെ സഞ്ചരിക്കാൻ ആരംഭിക്കുകയാണ്. അതുകൊണ്ടല്ലേ അവനെ ക്രൈസ്തവൻ എന്ന് വിളിക്കുന്നത് അല്ലേ? നിശ്ചയമായും അങ്ങനെയല്ലേ പറയാൻ പറ്റുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ സ്നാനപ്പെട്ടവരൊക്കെ സ്വർഗത്തിൽ പോകുന്നു പഠിപ്പിക്കുന്നവരല്ല. അതല്ല അതിൻ്റെ മാനദണ്ഡം, അതല്ല അതിൻ്റെ വഴി. ശരിയായ വഴിയാണ് പറഞ്ഞത്. വീണ്ടും ജനിക്കണം, സുവിശേഷം കേൾക്കണം, ആ സുവിശേഷം കൈക്കൊള്ളണം, വചനമാകുന്ന വിത്തൊരുവൻ്റെ അകത്ത് വരണം. അങ്ങനെ വരുമ്പോൾ തന്നെ അവൻ ദൈവകുടുംബത്തിലെ അംഗമായി രക്ഷയിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. അത് ഉറപ്പിക്കപ്പെടുകയാണ് സ്നാനത്തിൽ. അതിൻ്റെ കാര്യകാരണം പറഞ്ഞു. ഇതിനെ നിഴലായി പഴയ നിയമം പഠിപ്പിക്കുന്ന 2 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, ഇസ്രായേൽ ചെങ്കടൽ കടക്കുന്നതും, പിന്നീടൊരു കാര്യം പറയുന്നത് നോഹയുടെ കാലത്ത് ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര് വെള്ളത്തിലൂടെ രക്ഷപ്പെട്ടു. അതും സ്നാനത്തിനൊരു മുൻകുറിയാണ്. എന്ന് വെച്ചാൽ അതിന് നിഴലാണ്. ഇസ്രായേലും മിസ്രൈം വിട്ടു, പെസഹായും ചോരത്തലി ആചരിച്ചു, ചെങ്കടൽ കടന്നു. അത് സ്നാനത്തിന് മുൻകുറി എന്നാണ് എഴുതിയിരിക്കുന്നത്. വളരെ കൃത്യമായൊരു പഠനം ഇവിടെയുണ്ട്. ആ പഠനത്തെ ഡിനേ ചെയ്തുകൊണ്ടാണ് പരിച്ഛേദനയാണ് സ്നാനത്തിൻ്റെ മുൻകുറി എന്നൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചെറിയ ശിക്ഷയായിരിക്കില്ല, കൊടിയ ശിക്ഷയായിരിക്കും കാത്തിരിക്കുന്നത്. ബൈബിൾ പറയാത്തതും ചിന്തിക്കാത്തതുമായ കാര്യങ്ങളാണ് അതെല്ലാം. വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. സ്നാനത്തിൻ്റെ മുൻകുറി എന്ന് പറയുന്നത് ഇസ്രായേൽ ചെങ്കടൽ കടന്നതാണ്. അതാണ് അതിൻ്റെ മുൻകുറി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വലിയൊരു പഠനം നിൽപ്പുണ്ട്. വലിയൊരു പഠനം. പെസഹായും ചോരത്തളി ആചരിച്ച് വിടുവിക്കപ്പെട്ട് പുറപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കുന്നതിന് മുമ്പുള്ള ആ ഒരു നീണ്ട പ്രദേശം, സീനായി പെനിൻസുല എന്ന് പറയുന്ന ആ സ്ഥലം, അത് ഫറവോൻ്റെ അധീനതയിലാണ്. ഫറവോൻ്റെ ടെറിട്ടറിയാണത്. ഫറവോ അവിടം വരെ അവരുടെ പിന്നിലുണ്ടായിരുന്നു. അവിടെ വന്നവരെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതുപോലെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പേ സാധിപ്പിച്ചിട്ടുള്ളൂ. ദേഹിയുടെ മേലും ദേഹത്തിൻ്റെ മേലും സൈറ്റാൻ ക്ലെയിം ചെയ്യും. കാരണം
ഇന്നലകളിൽ സാത്താന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് അത്, അറിഞ്ഞോ അറിയാതെയോ. സാത്താൻ്റെ ഇഷ്ടങ്ങളും ഇംഗിതങ്ങളും ചെയ്തിരുന്നൊരു ജീവിതമാണ്. അതുകൊണ്ട് സൈത്താൻ ക്ലെയിം ചെയ്യും, ഈ ശരീരത്തിന്മേൽ എനിക്ക് അവകാശമുണ്ട്. അതിൻ്റെ തെളിവാണ് ഫറവോ എന്ന് പറയുന്നത് സൈത്താന് നിഴലായി നിൽക്കുന്നു, മിസ്രൈം ഈ ലോകത്തിന് നിഴലായി നിൽക്കുന്നു. വിശുദ്ധന്മാർ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്ന ആ കാര്യം വെച്ചിട്ടാണ് ഈ വിഷയം പഠിപ്പിക്കുന്നതും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്നതും. അല്ലാതെ പരിച്ഛേദനയുമായിട്ടൊക്കെ ആളുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിലനിൽക്കും? അത് എവിടെ കൊണ്ടുപോയിട്ട് ഉറപ്പിക്കാൻ പറ്റും? കഴിഞ്ഞ ആഴ്ച നമ്മളത് ഖണ്ഡിച്ചതാണ്. അത് തെറ്റായ ഒരാശയമാണെന്നുള്ളത്. നിലനിൽക്കുന്ന ഒരാശയമല്ല. പരിച്ഛേദനയേറ്റ ആളാണ് ഇസ്മായിൽ, പരിച്ഛേദനയേറ്റതാണ് ഏശാവ്. അവരൊക്കെ രക്ഷപ്പെട്ടെന്നൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ? അവരൊക്കെ സ്വർഗത്തിൽ കാണുന്ന ഇവർ വിശ്വസിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇവർ വിശ്വസിക്കുന്നത് ഹിറ്റ്ലറും മുസോളിനിയും എല്ലാവരും യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ എല്ലാവരുടെ പാപവും മോചിച്ചു കഴിഞ്ഞിരിക്കുന്നു, മൊത്തത്തിൽ മോചിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ പാപം മോചിക്കണേന്ന് പറയുമൊന്നും വേണ്ട. ഹൃദയം കൊണ്ട് വിശ്വസിക്കും, വായു കൊണ്ട് ഏറ്റുപറയും, അതിനൊന്നും ആവശ്യമില്ല. നീ എല്ലാവരെയും മൊത്തത്തിൽ ഓൾ പാസ് എന്ന് കേട്ടിട്ടില്ലേ? ഓൾ പാസ്. ഈ കൊല്ലം കൊറോണ വന്നതുകൊണ്ട് പിള്ളേരെല്ലാം ഓൾ പാസ് കൊടുത്തിരിക്കുന്നു, ജയിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണ നിമിത്തം ഹിറ്റ്ലറെയും മുസോളിനിയെയും പിന്നെ ഏത് കൊള്ളക്കാരാ, എല്ലാ കൊള്ളക്കാരെയും എല്ലാവരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു, എല്ലാവരുടെയും പാവവും മോചിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ നരകത്തിൽ ആരെയിടും? സാത്താനെ ഇട്ടേക്കാം, അവനെ മാത്രം ഇട്ടേക്കാം. അങ്ങനെയാണോ? അങ്ങനെ എന്നോടൊരു കോറപ്പീസ്കോപ്പ പറഞ്ഞത്. ഞാൻ നേരിട്ട് ചോദിച്ചതാ, ചുമ്മാ ഊഹാഭവം പറയുന്നതല്ല. കോറപ്പീസ്കോപ്പ അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞു തന്നത്. എന്താ നിങ്ങളുടെ ദൈവശാസ്ത്ര ഈ വിഷയത്തിൽ നിങ്ങളുടെ ഡോക്ടറിന് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു തന്നത്, ഇങ്ങനെയാ ഞങ്ങളുടെ ഡോക്ടറിൻ. ഞങ്ങളുടെ ദൈവ സ്നേഹമാകുന്നു. ഞങ്ങളുടെ ദൈവ സ്നേഹം മാത്രമല്ല, ഈ പറയപ്പെട്ട കൂട്ടരുടെ ദൈവ സ്നേഹമാണ്. ഞങ്ങളുടെ ദൈവ സ്നേഹം മാത്രമല്ല, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടെയാണ്. അവൻ നീതിപതിയായ ന്യായാധിപതിയും കൂടെയാണ്. ഇതെല്ലാം കൂടെ കൂടിയതാണ് ഞങ്ങളുടെ ദൈവം, സർവശക്തനായ ദൈവം. മറു സൈഡിൽ കൊട്ടക്കണക്കിന് സ്നേഹം ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുക. സ്നേഹം മാത്രം. ഒരു ദിവസം അറിയാം, ഈ നീതിപതിയായവൻ്റെ മുമ്പാകെ ചെന്ന് പെടും. അന്ന് മുട്ട് വിറയ്ക്കും. അയ്യോ, ഞങ്ങളുടെ ദൈവ സ്നേഹമാണെന്നാണല്ലോ പറഞ്ഞു തന്നത്. അതെ, അന്ന് വിറയ്ക്കുകയല്ല, സ്നേഹം അന്ന് മനസ്സിലാവും എന്താ സ്നേഹം എന്നൊക്കെ. ഞാൻ വാക്കുകളെ ചുരുക്കാം. പരിച്ഛേദന, സഹോദരങ്ങളെ, അതിഭയാനകമായ ഒരു ആശയമാണ് കൊണ്ടുവന്നത്. പരിച്ഛേദന മാമോദീസയുടെ നിഴലാണെന്ന് പറയുന്നത് അത് ഇങ്ങനെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റും. റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 28-ഉം 29-ഉം വാക്യം ഒന്ന് വായിച്ചേ. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഗൗരവമായൊരു വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. എങ്ങനെയാണ് വായിച്ചത്? എങ്ങനെയാ സഹോദരങ്ങളെ? അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദനയത്രേ പരിച്ഛേദന. അപ്പം സ്നാനത്തിൻ്റെ മുൻകുറിയും അതിൻ്റെ നിഴലുമായിട്ട് പരിച്ഛേദന പറഞ്ഞാൽ, അവിടെ അവർ പരിച്ഛേദന കൊടുത്തത് പുതിയ നിയമത്തിൽ വരുമ്പോൾ മാമോദീസയാന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ പരിച്ഛേദന വേണ്ടേ? എന്താ ഈ പുരോഹിതൻ പറയുന്നത്? പുതിയ നിയമത്തിൽ പരിച്ഛേദന വേണ്ടെന്നാണോ പറയുന്നത്? കൺഫ്യൂഷനായോ? നിങ്ങളുടെ കാര്യത്തിലല്ല. ഈ സർക്കംസിഷൻ എന്ന് പറയുന്ന വിഷയം പരിച്ഛേദനയോടുള്ള ബന്ധത്തിൽ അത് പുരുഷന്മാരുമായി ബന്ധപ്പെടുത്തിയാണ് ആ വിഷയം പറയുന്നത്. ഇപ്പോൾ സ്ത്രീകളെ അതിലെങ്ങനെ കൊണ്ടുപോയി പരിഗണിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം അവിടെ കിടക്കട്ടെ. അതല്ലാതെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ ഉയർത്തുന്ന വിഷയം അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതല്ലാതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വരുന്ന ആശയം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പഴയ നിയമത്തിൽ പരിച്ഛേദന എന്ന് പറയുന്നത്, ആ പരിച്ഛേദനയാണ് പുതിയ നിയമത്തിൽ മാമോദീസ എന്ന് പഠിപ്പിച്ചാൽ, അപ്പോൾ പുതിയ നിയമത്തിൽ പരിച്ഛേദന വേണ്ടേ? ഒന്നിന് ബദലൊന്നാന്ന് പറയുമ്പോൾ പിന്നെ ഇനി പരിച്ഛേദനയുടെ ആവശ്യമില്ലല്ലോ. എനിവേ, ഈ നമ്മുടെ ബഹുമാന്യനായ പുരോഹിതൻ പറഞ്ഞ ആ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അദ്ദേഹം പറഞ്ഞ രീതി അനുസരിച്ച് പഴയ നിയമത്തിൽ പരിച്ഛേദനയുണ്ട്, അത് പുതിയ നിയമത്തിൽ മാമോദീസയാണെന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹൃദയ പരിച്ഛേദനയുണ്ട്.
അവിടെ പുരുഷന് മാത്രമാണ് പരിച്ഛേദന വെച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ വരുമ്പോൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. ദൈവരാജ്യത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരും ഹൃദയപരിച്ഛേദന ഏൽക്കണം. ഹൃദയപരിച്ഛേദന ഏൽക്കണം. എല്ലാ വിശുദ്ധന്മാരും ഹൃദയപരിച്ഛേദന ഏൽക്കണം. അപ്പോൾ പരിച്ഛേദന മാമോദീസയ്ക്ക് നിഴലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ പോരെ? ഇത് രണ്ടും നിർബന്ധമാണേ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിച്ഛേദനയുണ്ട്, മാമോദീസയുണ്ട്. അപ്പോൾ ആ പറഞ്ഞ ആശയങ്ങളൊന്നും നിലനിൽക്കില്ല. അതെല്ലാം ശുദ്ധ ഭോഷ്കുകളാണ്. ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങളല്ല, ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ദൈവരാജ്യത്തിൻ്റെ രീതി അനുസരിച്ച് സ്നാനത്തിന് ഒരേ ഒരു മുൻകുറി, ഗൗരവമായൊരു മുൻകുറി എന്ന് പറയുന്നത് ഇസ്രായേൽ ചെങ്കടൽ കടന്നാണ്. നോഹയുടെ കാലത്തെ കാര്യമുണ്ട്, അത് വേറെ. ഇസ്രായേൽ ചെങ്കടൽ കടന്നതുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മളിവിടെ ഊന്നി പറയുന്നത് സ്നാനത്തിന് മുൻകുറി. അങ്ങനെ ചെങ്കടൽ കടന്നവരെല്ലാം പരിച്ഛേദനയേറ്റവരുവാ. ഈ കടന്നവരെല്ലാം പരിച്ഛേദനയേറ്റവരല്ലേ? ഇനി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരിച്ഛേദനയേറ്റയാളാണ്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റതാണ്. ആ ക്രിസ്തുവാണ് 30-ാം വയസ്സിൽ യോർദാനിൽ സ്നാനമേറ്റത്. അപ്പോൾ സ്നാനത്തിന് നിഴല പരിച്ഛേദനയെങ്കിൽ കർത്താവ് ഇത് രണ്ടും തൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തു. പരിച്ഛേദനയേറ്റു, സ്നാനപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത് രണ്ടും രണ്ട് കാര്യമെന്നല്ലേ വരുന്നത്? ഇത് രണ്ടും ഒന്നാകുന്നത് എങ്ങനെയാണ്? നിലനിൽക്കുന്ന വാദഗതികളല്ല സഹോദരങ്ങളെ ഇത്. ഞാനിന്ന് ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞ് ഇന്നത്തെ മെസ്സേജ് ഇങ്ങനെ അങ്ങ് അവസാനിപ്പിക്കുക. നമുക്കിന്ന് മൂറോൻ പൂശാൻ സമയം കിട്ടിയില്ല. പിന്നെ കുറേ ആളുകളെയൊക്കെ നമ്മളിങ്ങനെ വേഷഭൂഷാദിയിൽ നിർത്തിയിട്ടുണ്ട്. അവരുടെ ആ വേഷഭൂഷാദികളെക്കുറിച്ചൊക്കെ പറയാനുണ്ടായിരുന്നു. ഇനി അതൊക്കെ നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് വെക്കാം. ഇങ്ങനെ ഈ വിഷയങ്ങളെ നമ്മൾ അപഗ്രഥിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വചനം പഠിക്കാനുള്ള ഒരു ത്വരയുണ്ടാകുന്നത്, ഒരു ഉത്സാഹം ഉണ്ടാകുന്നത്. അങ്ങനെ കാര്യങ്ങൾ നമുക്ക് തെളിഞ്ഞു വരുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മളെടുത്ത് ഉദ്ധരിക്കുന്നത്. കാരണം നിങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. നിങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏറി പങ്കും വിദേശത്തുള്ളവരാണ്. വിദേശത്ത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ വേറെയും ഉണ്ട് ധാരാളം. അല്ല, അവിടുത്തുകാരും ഉണ്ടല്ലോ, തദ്ദേശീയരായവരും ഉണ്ട്, യൂറോപ്പിലൊക്കെ ഉള്ളവരുണ്ട്. ഇവരൊക്കെ നിങ്ങളോട് ചോദ്യങ്ങളെ ചോദിക്കാം. നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രാക്ടീസിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കണം. കൃത്യമായിട്ട്. ഇപ്പം നമ്മൾ കണ്ടോ ഓരോരോ കാര്യങ്ങൾ സ്ഥാപിക്കുന്ന കണ്ടോ? പരിച്ഛേദനയും മാമോദീസയായിട്ടൊരു ബന്ധമില്ലെന്ന് രണ്ട് കാര്യമാണ്. അത് അങ്ങനെയാണെന്നാണ് കാലങ്ങളായിട്ട് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെയല്ല, ഇത് രണ്ട് കാര്യമാണെന്നാണ് നമ്മളിവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വാക്കുകളെ ചുരുക്കിയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ ധ്യാനിക്കുക, വചനത്തിൽ വളരുക, ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്നവരാകുക, ആത്മാവിൽ കരുത്തുറ്റവരായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നോക്കി പാർക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.